ഡൗൺലോഡ് ഹോം സ്കൂൾ ലേണിംഗ് ആപ്പ്. ലേൺ ഫോർ ലൈഫ്. നേടാം ജീവിത വിജയം. സാധാരണ ഇപ്പൊ വീട്ടിലൊക്കെ വെച്ച് കാണുന്ന ഉപ്പയും ഉമ്മയൊക്കെ തന്നെ ഈ കോടതിയുടെ കൂട്ടിൽ കയറി നിൽക്കുന്ന വല്ലാത്ത അവസ്ഥയായിരുന്നു സത്യം. ഡൽഹിയിലെ നിർഭയയുടെ അനുഭവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അത് കണ്ടപ്പോ ഞാനൊന്ന് പോയി. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ഓപ്ഷൻ ബി. ഏറ്റവും അവസാന ദിവസം ഉപ്പയെ കണ്ട ഈ കോടതിയിൽ വെച്ചാണോ? പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അവസാനമായി കാണുന്നത്. അത് പോലീസ് സ്റ്റേഷൻ പോയതിനാ? പോലീസ് സ്റ്റേഷനിൽ വീടിന്റെ ഞാൻ പറഞ്ഞല്ലോ 2 ജോയിന്റ് തർക്കം ഉണ്ടായിരുന്നു. അപ്പോ അവിടെ പോയപ്പോ പോലീസ് പറഞ്ഞിങ്ങനെ എഴുതി കൊടുത്തൂടെ. ഉപ്പ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചാലും കാണാൻ വരരുത്, അത് വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ടെന്ന്. പിന്നെ ഒരു ആവശ്യത്തിനും ഉപ്പ എന്നുള്ള അവകാശം പറഞ്ഞ് ഞാൻ വരാൻ പാടില്ല. ഓരോ വിദ്യാഭ്യാസത്തിന്റെ പടി കിടക്കുമ്പോൾ ഈ വാപ്പയുടെ അന്വേഷണം ഉണ്ടാകാറുണ്ടായിരുന്നു? അന്വേഷിച്ചിട്ടേ ഇല്ല. പിന്നെ എത്ര കാലം കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുന്നത്? ഇപ്പൊ ലാസ്റ്റ് ഇയർ ക്യാൻസർ ആയിരുന്നു. കാണാൻ പോവാണ്ടതിന്റെ തലേ ദിവസം ഇപ്പോഴാണ് തോന്നുന്നുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞ് ഉപ്പ പോയി എന്നുള്ളത്. അപ്പൊ ഞാൻ അപ്പൊ പറഞ്ഞത് എനിക്ക് കാണണം, എനിക്ക് എന്തായാലും കാണണം, കാരണം എന്റെ ഉപ്പല്ലേ, എനിക്ക് കാണണ്ടേ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഒരുപാട് മത്സരാർത്ഥികളുടെ പൊള്ളുന്ന അനുഭവങ്ങൾ നിങ്ങൾ ഈ പരിപാടിയിൽ കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ പൊരിവെയിലിൽ അനാഥമായി നിൽക്കുമ്പോൾ ജീവിതം ചേർത്ത് പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മത്സരാർത്ഥി ഈ വേദിയിൽ വരുന്നു. ജീവിതം കൈവിട്ടു പോകാൻ സാധ്യതയുള്ള നിമിഷത്തിലും ആത്മവിശ്വാസം കയ്യിൽ കരുതിയ ഒരു പെൺകുട്ടി വരുന്നു. പാലക്കാട് ടൈലർ സ്ട്രീറ്റിൽ നിന്ന് ഹില. അച്ഛന്റെ സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാനാകാത്ത അദൃശ്യമായ ഒരു വീർപ്പുമുട്ടലാണെന്ന് സ്വയം തിരിച്ചറിയുമ്പോഴും ആരോടും വെറുപ്പില്ലാതെ സ്വന്തം ജീവിതത്തിന്റെ ദൃശ്യ സാധ്യതകൾ കണ്ടെത്തുകയാണ് പാലക്കാട് സ്വദേശിനി ഹില എന്ന പെൺകുട്ടി. ഭർത്താവ് അകന്നുപോയ സ്ത്രീക്കും അച്ഛനുപേക്ഷിച്ചു പോയ ഒരു പെൺകുട്ടിക്കും സമൂഹം കരുതി വച്ചിരിക്കുന്ന പഴിവാക്കുകൾക്ക് മുന്നിൽ ഹിലയും അമ്മയും തലകുനിച്ചു നിന്നില്ല. അമ്മയുടെ കൂടപ്പിറപ്പുകളും കുടുംബ ബന്ധങ്ങളുമായിരുന്നു ഒറ്റപ്പെടുത്തലുകളുടെയും കുറ്റപ്പെടുത്തലിന്റെയും നാളുകളിൽ ഹിലയ്ക്ക് കരുതലും കാവലുമായത്. അസ്ല മാർലി എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സ്വന്തമായി വരുമാനം മാത്രമല്ല, പെണ്ണായി പിറന്നവരുടെ തിരിച്ചറിവുകളും കൂടി ഹില എന്ന പെൺകുട്ടി നേടിയെടുത്തു. ജീവിതയാത്രയിൽ അമ്മയെ അറിയുന്നൊരു കൂട്ടിനു വേണ്ടിയുള്ള കല്യാണ അന്വേഷണം ഒരു കൗതുകത്തിനും അപ്പുറം ഹിലയുടെ കടമയും കടപ്പാടുമായിരുന്നു. സോഷ്യൽ മീഡിയ ഭീഷണികളും പരദൂഷണവും കൂരമ്പുകളാക്കി ഒറ്റപ്പെട്ടൊരു പെൺകുട്ടിക്ക് നേരെ പടയൊരുക്കുന്നവർക്ക് മുന്നിൽ തളരാത്ത മനക്കരുത്തുമായി അറിവിന്റെ വേദിയിലേക്ക് ഹില. ഹലോ കുട്ടേട്ടാ. ഹലോ ഹില. ഹായ് ഹില. ഹായ്. എവിടെയാണ് ഈ ടൈലർ സ്ട്രീറ്റ്? പാലക്കാട് കറക്റ്റ് ടൗണില്. അതെന്താ ടൈലർ സ്ട്രീറ്റ് എന്നൊരു സ്ട്രീറ്റ്? അത് എനിക്കും അറിയില്ല. ആ ഒരു വഴിയുടെ പേര് ഉണ്ടോ? ഇപ്പില്ല, പണ്ടുണ്ടായിട്ടുണ്ടാവും. തയ്യക്കാരുടെ തെരുവ് അല്ലേ? ഒരുപാട് തയ്യക്കാരൊന്നും ഇപ്പൊ അവിടെ കാണാനില്ല. പേരിന് ഒരെണ്ണമെങ്കിലും എടുക്കാറുണ്ടോ? ഒരാളുണ്ട്. ആ പാവം, അങ്ങേർക്ക് നമോവാഹം അല്ലേ? അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മ, ഉപ്പ, ഞാൻ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ MSW ലാസ്റ്റ് ഇയർ ആണ്. സ്പെഷ്യലൈസ് ചെയ്യുന്നത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. യാ, ഗുഡ്. അമൃത വിശ്വവിദ്യാപീഠം, എട്ടിമട കോളേജ്. എട്ടിമടയിലാണോ? ഓ ഗ്രേറ്റ്. എട്ടിമട വലിയ യൂണിവേഴ്സിറ്റി അല്ലേ? ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ് അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. എട്ടിമടയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇതുവരെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ക്യാമ്പസിൽ ഒരു വരാം. കൂടെ ആരൊക്കെ വന്നിരിക്കുന്നത്? മാമ, മാമി. ഉമ്മ വന്നില്ല? ഉമ്മ ദുബായിലാണ്, ഉപ്പയും ദുബായിലാണ്. അപ്പൊ ഉമ്മ ഇന്നലെ പോയിട്ടുള്ളൂ, എന്നെ ഹോസ്റ്റലിലാക്കിട്ട് ഇന്നലെ പോയി. ഹോസ്റ്റലിൽ നിന്ന് എടുത്തിയായിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് പോകുന്നു. ഉമ്മ അവിടെ നിന്ന് കാണുമ്പോൾ ഞെട്ടും, ഇവിടെ കൊണ്ട് ഹോസ്റ്റലാക്കിയായിരുന്നു, പ്രവർത്തിക്കാത്ത മക്കളായി പോയില്ലെന്നു അല്ലേ ചിലപ്പോ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ദുബായിലിരുന്ന് ഉമ്മ കാണുന്നുണ്ട്. ഹായ് ഉമ്മ.
ഉമ്മ കണ്ടോണ്ടിരിക്കട്ടെ അല്ലേ? ഉമ്മയുടെ പേരെന്താ? ഷെമീന. ഷെമീന ഉമ്മ. We are friends. Okay. അവരെ വിളിച്ചാലോ? നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ, മാമനും മാമിയും. പിന്നെ കുഞ്ഞു ഉമ്മയുടെ ബ്രദർ, വൈഫും മോളും. മോളുടെ പേരെന്താ? നബ. സൈനബ് എന്നാണ് ശരിക്കുള്ള പേര്, നബ എന്ന് വിളിക്കും. നബ. മാമൻ പേര്? ഷാജി. എന്താ ചെയ്യുന്നേ? പ്രിന്റിംഗ് പ്രസ്. കുന്നംകുളം. നല്ല വ്യാപാരമുള്ള സ്ഥലമല്ലേ കുന്നംകുളം? അതെ. പക്ഷെ നാട്ടുകാർ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയും കുന്നംകുളത്തെ കുറിച്ച് അല്ലേ? വെറുതെ പറയുന്നല്ലേ? അവിടെ എല്ലാം ഒറിജിനലാണ് അല്ലേ? പണ്ടെങ്ങോ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ഷാജിക്ക് അതിനെ കുറിച്ച് അറിയാമോ? ഇല്ല, ഞാനിപ്പോ അടുത്തായിട്ടാണ് പ്രസ് ആയിട്ട്. ഓക്കെ. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള സ്ഥലങ്ങൾ വേറെയാ, പക്ഷെ കുന്നംകുളത്തുകാരെ തല കിടക്കുക കാര്യങ്ങൾ അല്ലേ? ഓക്കെ. കുന്നംകുളത്തെ ആളുകളൊക്കെ വളരെ ശുദ്ധന്മാര്. കുന്നംകുളമൊക്കെ വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. മോളുടെ പേരെന്താ? ഫെലിം ഷാജിയോ? എന്തോ വേറൊരു പേരുണ്ടല്ലോ മോൾക്ക്? ഞാൻ എന്തോ വിളിക്കണ്ടേ? നബാന്ന് വിളിക്കണോ? നബാന്ന് വിളിച്ചതിയോ? വിളിക്കട്ടോ ഞാൻ? നബാ. എന്തോ ഒന്നുമില്ലേ? ഓക്കെ. അപ്പം മാമിയുടെ പേര്? ഷഫ്ന ഷാജി. എന്ന് പറഞ്ഞാൽ ഷാജിയുടെ ഭാര്യയാണ്. ഓക്കെ. എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ? വീട്ടമ്മയായിരുന്നു. ഇപ്പോ ലേബർ ഇന്ത്യ ചാവക്കാട് യൂണിറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യും. ലേബർ ഇന്ത്യ നമ്മുടെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ കാര്യമാണോ ഇവിടെ ഒന്ന് പുള്ളി പറഞ്ഞു പോയത് ഒരു ദിവസം? ഇവിടെ വന്നിരുന്നു പുള്ളി അല്ലേ? ഓക്കെ. ഞാനിപ്പോ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ ഷാജി, അപ്പൊ നമുക്ക് തുടങ്ങാം. ബൈ. നമ്മൾ തുടങ്ങും കേട്ടോ. ഓക്കെ ബൈ. ഇവരെ കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, മാമനും മാമിയും കൊണ്ട്. ഓക്കെ. അപ്പൊ എന്താ ഹിലയുടെ ഒരു ആഗ്രഹം എന്താണ്? എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ലൈസൻസും ബിസിനസ്സുകാരിയുടെ ലുക്കൊന്നും ഇല്ലല്ലോ, ഒരു സ്കൂൾ കുട്ടിയുടെ അപ്പോ ഇപ്പൊ 2 months കൂടി എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒപ്പം എനിക്ക് NGO, ഏതെങ്കിലും NGO എനിക്ക് ബിസിനസ് സൈഡായിട്ട് യൂട്യൂബ് പോലെ തന്നെ സൈഡായിട്ട് വലിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിഞ്ഞു. അവിടെ കൂടെ ലക്ഷങ്ങൾ ഇങ്ങനെ അടിച്ച് വാങ്ങിക്കൊണ്ടിരിക്കാന്ന് അറിഞ്ഞു. ബാക്കിയുള്ളവർ കേട്ടാ ഞെട്ടും. മാസം എത്ര വരുവാനുണ്ട് യൂട്യൂബ് ചാനലിലൂടെ? അത് ഒരു അല്ല, ഒരു എല്ലാം കൂടിയിട്ടോ. യൂട്യൂബ്, മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ് ചേർത്ത് എത്ര ഓടക്കണക്കിന് ചേർത്ത് 2.5-3 ഈ എന്റെ ഇവിടെ 2.5 ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ ചാനലിൽ പോലും ഇല്ല. അപ്പൊ ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോഴേ പ്രേക്ഷകരെല്ലാം യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് എന്റെ പേടി. എന്തായാലും ഇത്രയും പറഞ്ഞത് യൂട്യൂബ് ചാനലിന്റെ പേരൂടെ പറഞ്ഞുതരും. അസ്ലാം മാർലി. എന്താ അർത്ഥം? ഒന്നുമില്ല, അത് ക്വീൻ ഓഫ് ഹണി ബീസ് എന്നാണ് അസ്ലയുടെ അർത്ഥം. മാർലി ഞാൻ ഇടാൻ കാരണം ബോബ് മാർലിന്ന് എല്ലാവർക്കും ഇത് ഈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയാ ആള് പോയി കണ്ടോളും? യൂട്യൂബ് ചാനൽ മെയിൻ ആയിട്ട് ഫീമെയിൽ ഹൈജീൻ റിലേറ്റഡ് വീഡിയോസ് ആണ്. ഫീമെയിൽ സെക്ഷൽ അവയർനെസ് അങ്ങനത്തെ റിലേറ്റഡ് ആണ് മെയിൻ അതാണ്. പക്ഷെ ഒപ്പം ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. അല്ല, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ സെക്ഷൽ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ അത്യാവശ്യം പൊങ്കാല കിട്ടുമല്ലോ. ഇല്ല, സെക്ഷൽ എന്ന് പറയുമ്പോ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ബേസിക് ആയിട്ട് ഒരു 15 വയസ്സുള്ള കുട്ടി വരെ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് വല്ല വിലക്ക് പോലും ഉണ്ടോ? 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഈ വീഡിയോ കാണരുത്? ഇല്ല, ഒരു വിലക്കും അതൊരു കാര്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം അറിയോ? ഈ സെക്സ് റിലേറ്റഡ് കാര്യങ്ങളൊന്നും ആൾക്കാർ പൊതുവെ ചർച്ച ചെയ്തില്ല. അപ്പൊ സ്കൂളിൽ തന്നെ പഠിപ്പിക്കത്തില്ല. സോളജി ടീച്ചർ പറയും വീട്ടിൽ പോയി പുസ്തകം വായിച്ചു പഠിച്ചോളാൻ പറയും അല്ലേ? ഒന്നും പഠിപ്പിക്കത്തില്ല. അതിന്റെ ഒരു അഭാവം മെഡിക്കലി തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. കാര്യം കുറച്ചുകൂടെ വൈകിയായിരിക്കും ഇതിനെ കുറിച്ചൊക്കെ അറിയുന്നത്. ഇപ്പോഴത്തെ ലേറ്റ് ആയി പോകും. സത്യമാണ്. കാരണം ഞാൻ വീഡിയോ എനിക്കറിയാം ഉറപ്പായിട്ട് ക്രിറ്റിസിസം വരുന്ന 100% ഉറപ്പായിരുന്നു. ഞാനപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോ പക്ഷെ മെജോറിറ്റി എല്ലാവരും 90% ഫുൾ സപ്പോർട്ട് ആയിരുന്നു. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ 10% ചെറിയ ശത്രുക്കളൊന്നുമല്ല, വലിയ ശത്രുക്കള്. ആക്രമിക്കല്, അതെ, വേർബൽ ആക്രമണം. എന്റെ റേപ്പ് ത്രട്ടൻ വീട്ടിൽ വന്നാ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പിന്നെ നീന്ന് വെച്ചാ പോക്ക് കേസ് നിർഭയയുടെ അനുഭവം ഉണ്ടാവും. അത് കണ്ടപ്പോ ഞാനൊന്ന് പതറി. കാരണം ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കമന്റ് വരുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് തൊഴിൽരഹിതരായിരിക്കും റേപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുന്നത്. അതൊന്നും മുഖവിലേക്ക് എടുക്കണ്ട. പക്ഷേ മെജോറിറ്റി താങ്കളുടെ ചാനലിന്റെ പിന്നാലെ ഉണ്ട്. അത് മാത്രം കീപ്പ് ചെയ്താൽ മതി. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ യൂട്യൂബ് വഴി ഒരു റവന്യൂ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു നേട്ടം എന്ന് അറിയോ? ബാക്കി സമയം മൊത്തം താങ്കൾ ഇഷ്ടമുള്ള കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ അല്ലേ? അപ്പൊ ചാരിറ്റി ആണെങ്കിൽ ചാരിറ്റി, അല്ലെങ്കിൽ നാട് നന്നാക്കണേ നാട് നന്നാക്കാം. അത്യാവശ്യം കാശ് കയ്യിലുണ്ടല്ലോ അല്ലേ? ഇത് ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരുമോ? ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ മിക്കവാറും ഈ പരിപാടി കഴിയുന്നതോടെ അവർ അന്വേഷിച്ചു വരും. ഇതില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇപ്പൊ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇൻകം ടാക്സിലൊക്കെ ചില ഇളവുകളൊക്കെ ഉണ്ടല്ലോ, ഇളവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അതൊക്കെ പോയാൽ മതി, അത് കുഴപ്പമില്ല. അപ്പൊ ഈ ചാനൽ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. താങ്കൾ സധൈര്യം ഈ 10% ആൾക്കാർ എതിർക്കാൻ വന്നാലും ആ എതിർപ്പിനെ ഒന്നും താങ്കൾ അവഗണിച്ച് മുന്നോട്ട് പോവുക. കാര്യം എപ്പോഴും നമ്മൾ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലത് നഷ്ടപ്പെടും. ജീവിതത്തിൽ അങ്ങനെയാണല്ലോ തിയറി അല്ലേ? അപ്പോൾ നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, അപ്പൊ ചിലത് നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പൊ അത് അങ്ങനെ കണ്ടാൽ മതി. ഈ 10% ആൾക്കാരെ നമ്മൾ കാപ്പിപ്പൊടി അച്ഛനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഓക്കെ.
യു നോ ദാറ്റ്? എനിക്കറിയാം. അറിയാലോ. അത്രേ ഉള്ളൂ. അപ്പോ കാപ്പിപ്പൊടി അച്ഛൻ നമോ വാഹം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയാ മത്സരിക്കുന്നത്? 20 questions. 20 ചോദ്യങ്ങളുടെ 1 കോടിയിലേക്ക്. അതെ. ധൈര്യമുള്ള ആളല്ലേ? 10 ചോദ്യങ്ങളുടെ പടക്കാന്ന് 10 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് 1 കോടിയിൽ എത്തിക്കൂടെ? പടക്കണ്ട, അങ്ങനല്ലേ? അങ്ങനെ പടക്കണ്ടല്ലേ? ഓക്കെ, 20 ചോദ്യങ്ങൾ വഴി പോയാൽ മതി. ബോസ് കുട്ടേട്ടൻ. നീ കുട്ടേട്ടനെ പരിചയപ്പെടുത്താം. ഹലോ ഹില. ഹലോ കുട്ടേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുന്ദരി കുട്ടികളായ പെൺപിള്ളേർ വന്നു കഴിഞ്ഞാൽ കുട്ടേട്ടൻ മറുകണ്ടം ചാടും. എല്ലാവർക്കും സന്തോഷമാണ് ബോസ്. അതെങ്ങനെ ഉണ്ടാവുന്നത്? എന്താണെന്നറിയില്ല, എല്ലാവർക്കും എന്നെ അങ്ങ് ഇഷ്ടം. ഇതൊരു രോഗമാണോ കുട്ടേട്ടാ? അല്ലല്ല, ചില സമയത്ത് മാത്രം ബോസ്. അങ്ങനെയാ അല്ലേ? അപ്പൊ ഹില കോളേജിൽ എല്ലാവരോടും കുട്ടേട്ടന്റെ അന്വേഷണം അറിയിക്കണം. ഹില നന്നായി മത്സരിക്കൂ. താങ്ക് യു. 1 കോടി രൂപ ഹിലക്ക് ലഭിക്കട്ടെ. താങ്ക് യു. വെൽക്കം. മാത്രമല്ല ഞാനിപ്പോ ഇങ്ങോട്ട് ഈ ഫ്ലോറിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത ഫ്ലോറിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ നടക്കുക. അതിലെ ഈ മിയ അതുപോലുള്ള കുട്ടികളെ ഇങ്ങോട്ട് നടന്നു വരുമായിരുന്നു. ശ്രീനന്ദ് ഇങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികൾ. അവര് കണ്ടപ്പോഴും ഞങ്ങൾക്ക് കുട്ടേട്ടനെ വേണോന്ന്. ഞാൻ ചോദിച്ചു, കുട്ടേട്ടനെ വേണോ കുഞ്ഞിരാമനെ വേണോ? ഞങ്ങൾക്ക് കുട്ടേട്ടൻ മതി. എങ്ങനെയാന്ന് അറിയത്തില്ല ഇത്. കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ വരുമ്പോഴും എന്നോട് പറഞ്ഞത് കുട്ടേട്ടനോട് അന്വേഷണം പറയണമെന്ന് മാത്രമാണ്. ബോസ് എന്താണെന്നറിയില്ല, എല്ലാ കുട്ടികൾക്കും കുട്ടേട്ടനെ വളരെയധികം ഇഷ്ടമാണ്. എനിക്കത് മനസ്സിലാകാത്ത, ഞാൻ കുറെ ദിവസമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. മനസ്സിലായി, അതല്ലേ ടെൻഷൻ. കാര്യം ഞാൻ ഫീൽഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി. ഞാൻ ഈ കുട്ടേട്ടനെ ചുമന്ന് ഇവിടെ കൊണ്ട് വെക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ദുരന്തമാകുന്നു. ഞാൻ ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. അത് ഞാൻ ആലോചിക്കട്ടെ. ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കത്തില്ല. ഓക്കെ, താങ്ക് യു കുട്ടേട്ട. എങ്ങനെ ഒരു ആശംസ പറയുന്ന 1 കോടിക്ക്? ഹിലക്ക് 1 കോടി രൂപ ലഭിക്കട്ടെ. താങ്ക് യു കുട്ടേട്ടാ. വെൽക്കം. ഹില, അപ്പോ ടെൻഷൻ ഉണ്ടോ? യൂട്യൂബിൽ ഇത്രയും ഭീകരമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത ആളല്ലേ? ടെൻഷൻ ഉണ്ടോ? അപ്പൊ കുട്ടേട്ട ഒന്ന് അളന്ന് നോക്കിയേ കുട്ടേട്ട, എല്ലാം കൂടെ എത്ര ടെൻഷൻ ഉണ്ടെന്ന്. 118. അത്ര വലിയ പ്രശ്നമല്ല. 112 വലിയ കുഴപ്പമില്ല. കുറയ്ക്കാം. ഇയാളുടെ ഉപ്പ എന്ത് ചെയ്യുന്നു? ഉപ്പ എന്നല്ലേ വിളിക്കുന്നത്? അതെ അതെ അതെ. ഉപ്പ അവിടുത്തെ ഉമൽക്കോയിൻ ഒരു ഇന്റർനാഷണൽ പ്ലാസ്റ്റിക് കമ്പനിയിൽ ജനറൽ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യണം. ഞാൻ ചോദിച്ചത് താങ്കളുടെ ഒറിജിനൽ ഉപ്പ. ഓക്കെ. ഉപ്പ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഉപ്പ മരിച്ചുപോയി അല്ലേ? മരിച്ചുപോയി. അപ്പൊ ഉപ്പ എന്ത് ചെയ്യുമായിരുന്നു? ഉപ്പ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉപ്പ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ ഉപ്പ ഹോട്ടലിലായിരുന്നു. കേരളത്തിലായിരുന്നു? അല്ല, ബഹ്റൈനിലായിരുന്നു. ഉമ്മയും അവിടെ തന്നെ അല്ല, നാട്ടിലായിരുന്നു. ഞാനും ഉമ്മയും നാട്ടിലായിരുന്നു. ഉപ്പ ബഹ്റൈനിലായിരുന്നു. അറേഞ്ച് മാരേജ് ഒക്കെ ആയിരുന്നു? അറേഞ്ച് മാരേജ് ആയിരുന്നു. ഉമ്മാക്ക് 18 വയസ്സുള്ളപ്പോ കല്യാണം കഴിഞ്ഞതാണ്. ഉമ്മയുടെ വിദ്യാഭ്യാസം ഒക്കെ? ഉമ്മ വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പഠിച്ചു. അതൊക്കെ കല്യാണത്തിന് ശേഷം പോയി പഠിച്ച്. നിങ്ങളെ രണ്ടുപേരെയും ഇഷ്ടമായിരുന്നു ബഹ്റിലെ ഉപ്പയ്ക്ക്? ഇഷ്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ഉമ്മയും ഉപ്പയും ഡിവോഴ്സ് ആയതാണ്. ഡിവോഴ്സ് ആയത്. അതെ. ആദ്യമൊക്കെ ഇഷ്ടമല്ലായിരുന്നു? ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു നാട്ടില്? ബഹ്റിൽ 2 years കൂടുമ്പോ വരും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇല്ല. ഉമ്മ പോയിട്ടുണ്ടോ? ഇല്ല, ഉമ്മയും പോയിട്ടില്ല. എവിടെ ഈ കല്ല് ഇളകി വീണ് തുടങ്ങി ദാമ്പത്യത്തിന്റെ? അങ്ങനെ അത്രമാത്രം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങള് എല്ലാ വീട്ടിലത്തെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലത്തെയും പ്രശ്നങ്ങൾ പോലെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അധികം ഭയങ്കര പ്രശ്നങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. യൂട്യൂബ് ചാനൽ ഇടാനുള്ള പ്രശ്നമൊന്നുമില്ലായിരുന്നു? യൂട്യൂബ് ചാനലിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി, ഫിനാൻഷ്യലി, അങ്ങനെ ഇങ്ങനെ. പിന്നെ ഉപ്പാക്ക് കുറച്ച് കടങ്ങൾ. സ്നേഹമായിരുന്നു? സ്നേഹം എന്നെ മോളേന്നേ വിളിച്ചിട്ടുള്ളൂ. എന്നെ പേര് ഇതുവരെ വിളിച്ചിട്ടില്ല. എന്റെ ഓർമ്മയിൽ എന്നെ പേര് ഇതുവരെ വിളിച്ചിട്ടില്ല. മോളെ മുത്തേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഉമ്മാനെ ആണെങ്കിലും പേര് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ മുത്തേന്ന് വിളിച്ചിട്ടില്ലെങ്കിലും മോളെ എന്താന്ന് വിളിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പോ അങ്ങനെ പോകുന്ന വഴി ഈ യാത്രയിൽ എവിടെയാണ് ഈ വണ്ടി വളവ് തിരിഞ്ഞത്? അതാണ് മനസ്സിലാവാത്തത്. കാരണം ഉപ്പാക്ക് കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ചധികം കടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീട്, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വീട് വിൽക്കാൻ വിചാരിച്ചിട്ട് വിറ്റ് കഴിഞ്ഞ് ഉപ്പാക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ കുറച്ച് ഉപ്പ പൈസ ആയിട്ട് പോയി, ബിസിനസിന് വേണ്ടിട്ട് പൈസ ആയി പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വീട് എടുത്ത്, വേറെ സ്വന്തമായിട്ടൊരു വീട്, ബാക്കി വന്ന പൈസക്ക് വീടെടുത്ത്. അത് കഴിഞ്ഞ് ഉമ്മാടിയും പേരിലാണ് വീട് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഉപ്പ ഈ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോയി. പിന്നെ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫോൺ അങ്ങനെ വിളിച്ചില്ല. പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് പോകുമ്പോഴേ അങ്ങനെ വിളിക്കില്ല, തിരക്കായിരിക്കും. ബിസിനസ് കുറച്ച് തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പോയി. പക്ഷെ പിന്നെ ഒരാള് വിളിച്ച് പറയുകയും ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾ അതെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്.
കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്? ഇല്ല, ചെറിയ കുട്ടിയാണ് ഞാൻ കാണുമ്പോ, ചെറിയ ചെറുതായിരുന്നു. കുട്ടിയാ. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഈ കല്യാണം നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഇല്ല. അതായത് ഇലയുടെ ഉമ്മയെ കല്യാണം ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള അവര് ഗൾഫിലായിരുന്നു അതോ? അല്ല, നാട്ടിൽ തന്നെ ഉള്ളൊരു സ്ത്രീ ആയിരുന്നു. നാട്ടില് അതും അധികം കാലൊന്നും ആയിരുന്നല്ല, ഞങ്ങൾ അറിഞ്ഞതിന്റെ ഒരു വർഷമൊക്കെ ആയിട്ടുള്ള. കാരണം കുട്ടി ആവുന്ന ആ ഒരു ചെറിയ കുട്ടി ആവുന്ന ആ ഒരു 1-1.5 വർഷം കറക്റ്റ് അറിയില്ല അത് എത്രയാന്ന് എനിക്കറിയില്ല. ആ കോണ്ടാക്ടുകളൊന്നുമില്ല. ഇല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഇല്ലല്ലോ, ഒരു ബന്ധവും ഇല്ല. നമ്മളിങ്ങനെ അപ്പൊ ഈ ബന്ധം കുറച്ചുകൂടെ ശിഥിലമാകുന്നത് ഇദ്ദേഹത്തിന് ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് അറിയുന്നോടെയാണ്. അതില് മൊത്തത്തില് തുടങ്ങല്ല, ഈ ദാമ്പത്യത്തിന്റെ കെട്ടിടം ആടി തുടങ്ങി, പക്ഷെ മൊത്തം തകർന്നു വീണത് അതിലാണ്. അല്ലേ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോണ്ടേ? കാര്യം നമുക്ക് യൂട്യൂബ് ഇൻകം മാത്രം പോരല്ലോ, നമുക്ക് ഇതുവഴി ഒരു ഇൻകം വേണ്ടേ? 1 കോടിക്ക് വേണ്ടിയുള്ള കളിയല്ലേ? നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യം. 10,000 മോണിറ്റർ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 18, ഓപ്ഷൻ ഡി 20, ഓപ്ഷൻ 21. 18. ഓപ്ഷൻ സി. വോട്ട് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? വോട്ട് ചെയ്തിട്ടുണ്ട്. എത്രാമത്തെ വയസ്സിൽ വോട്ട് ചെയ്തു? ആദ്യം 18 വോട്ട് ചെയ്തു. അപ്പൊ പിന്നെ ഉത്തരത്തിൽ സംശയമില്ലല്ലോ. ഓപ്ഷൻ സി പൂട്ടാമോ? ഓപ്ഷൻ സി 18ാമത്തെ വയസ്സിൽ വോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഹില പറയുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരം വോട്ടാണ് സത്യം, ശരിയാണ്. അപ്പൊ യു ഗോട്ട് 10,000 rupees. എട്ടിമടയിലെ കീശയില് 10,000 രൂപ വെച്ചോളൂ. ഓക്കെ. ഈ ഒരു ഡിവോഴ്സിലേക്ക് നീങ്ങാൻ ആരാ ആവശ്യപ്പെട്ടത്? ഉമ്മയോ ബാപ്പയോ? ഉമ്മ. ഈ പ്രശ്നം കൊണ്ട് തന്നെയായിരുന്നു? അതെ, ഈ പ്രശ്നം കൊണ്ട് മാത്രമാണ്, വേറൊന്നുമില്ല. അപ്പൊ ഹിലയ്ക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ 10th കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 15 വയസ്സ് കഴിഞ്ഞു അല്ലേ? അപ്പൊ ഈ 15 വയസ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോ ഉപ്പ നിങ്ങളുടെ വീട് വിട്ടു പോകുന്നു എന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഹിലയുടെ ഉമ്മ സംസാരിച്ചോ? എന്നോട് ഞാൻ അറിയുന്നുണ്ടല്ലോ, എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയുള്ള സമയമല്ല ഞാൻ. അപ്പൊ മൊത്തത്തില് സംസാരവും കാര്യങ്ങളും ഇല്ല ആവശ്യത്തിന്. അപ്പൊ ഞാൻ ആവശ്യത്തിന് കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഇതാക്കുന്നത്. ഉമ്മ ഭയങ്കര ഇതായിരുന്നു, കാരണം ഇങ്ങനെ ഒരു വിഷയം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എത്ര അടി ഉണ്ടായാലും ഇങ്ങനെ അതിൽ ഉമ്മ കുറച്ച് ഇതായി, കുറച്ചല്ല കുറച്ചധികം വറീഡായി. പക്ഷേ യഥാർത്ഥത്തിൽ ആ ബന്ധം ഉപേക്ഷിച്ച് ഉപ്പ തിരിച്ചു വരാൻ തയ്യാറായിരുന്നു? ഇല്ല, ചോദിച്ചില്ല അങ്ങനെ? ഇല്ല. അല്ല, അത് ഒരിക്കലും പറ്റില്ല. ഒരു മോള് അവിടെ ഒരു കുട്ടിയും ആയി, പിന്നെ അത് ചോദിക്കുന്ന തന്നെ മോശമുള്ള ഒരു കാര്യം. അതുകൊണ്ട് ചോദിച്ചില്ല അല്ലേ? ഹില ഉപ്പയോട് സംസാരിച്ചോ? ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചു? ഇതിനെ പറ്റി സംസാരിച്ചിട്ടില്ല. ഉപ്പ മുഖം തന്നോ ഹിലയ്ക്ക്? ഇല്ല. ഞാൻ പിന്നെ കാണുന്നത് ഈ കേസൊക്കെ നടക്കും കോടതിയിൽ വെച്ചിട്ടാ പിന്നെ കാണുന്നത്. ഞാൻ കോടതി വെച്ച് കണ്ടു. അല്ല, അപ്പം ഡിവോഴ്സിന് വിളി തയ്യാറല്ലായിരുന്നോ? ഇല്ല, ജോയിന്റ് പെറ്റീഷൻ കൊടുത്തല്ലേ? അല്ല, ഉമ്മയാണ് കൊടുത്തിരുന്നത്. പിന്നെ അത് മാത്രല്ല, വീട് അദ്ദേഹം മുടക്കിയോ? ഉണ്ടായിരുന്നു. തെളിയിക്കേണ്ടി വന്നോ ഇങ്ങനെ? ഇല്ല, തെളിയിക്കേണ്ടി ഒന്നും വന്നില്ല. കുറച്ചു കാലം പോയിരുന്നു കേസ്. കാരണം ഈ ജുഡീഷ്യൽ സെപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. സെപ്പറേഷൻ കുറച്ച് നീണ്ടു പോയിരുന്നു. കാരണം വീടിന്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. 2 പേര് ജോയിന്റ് നെയിംസ് ആണ് ഉണ്ടായിരുന്നത്. വീട് 2 പേരുടെയും പേരിലായിരുന്നു. അപ്പൊ അത് കോടതി വിധിയിൽ ആർക്കാ കിട്ടിയത്? എനിക്കാണ് കിട്ടിയത്. എനിക്കാണ് കിട്ടിയത്. അത് എഴുതി തന്നു? അപ്പോ എഴുതി തരില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എഴുതി തരില്ല. പിന്നെ അവസാനം സാധാരണ ഇപ്പൊ വീട്ടിലൊക്കെ വെച്ച് കാണുന്ന ഉപ്പയും ഉമ്മയൊക്കെ തന്നെ ഈ കോടതിയുടെ കൂട്ടിൽ കയറി നിൽക്കുന്ന അവസ്ഥയിൽ, ഫാമിലി കോർട്ടാണെങ്കിൽ പോലും അവിടെ നിൽക്കുന്നതൊക്കെ കാണുന്ന വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടി, അതും 10ാം ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് നിൽക്കുന്ന ഒരു കുട്ടി, എങ്ങനെയാ അത് കടന്നത്? വല്ലാത്ത അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 10th കഴിഞ്ഞ് +1 +2 ജോയിൻ ചെയ്തിട്ട് എനിക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് 35% അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. എക്സാം എഴുതാൻ പോലും എനിക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇല്ല, എനിക്ക് ആരോടും പറയുന്നത് ഇഷ്ടമല്ല. എനിക്ക് അതുകൊണ്ട് ഇല്ല, ഞാൻ സ്കൂളിൽ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഈവൻ ടീച്ചേഴ്സിനോടോ ആരോടും എനിക്ക് ഇഷ്ടമല്ല എന്റെ ഫാമിലി മാറ്റേഴ്സ് പറയുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിഷയം എനിക്ക് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോവാറില്ല. സ്കൂളിൽ പോവാതെ ഞാൻ പിന്നെ ഡിപ്രഷൻ എനിക്ക് ആണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ ഇഷ്ടമല്ല. വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. മുഖം കൊടുക്കാൻ ഇഷ്ടമില്ല. ഇടയ്ക്ക് കരയും, ഇടയ്ക്ക് ശരിയാവും, ഇടയ്ക്ക് കരയും. ഈ സ്കൂളില് ഹില പോകാതിരുന്നപ്പോ സ്കൂളിൽ നിന്ന് അന്വേഷണം ഒന്നും സത്യം ഇഷ്ടം പോലെ ഫ്രണ്ട്സ് കൂടെ പഠിക്കുന്നവര് ഒരു ഭാഗത്ത്. കാരണം സ്കൂളിൽ വരാണ്ട് ഞാൻ വേറെ കറങ്ങി നടക്കുവാണ്, അല്ലെങ്കിൽ എനിക്ക് മടിയാണ്, അതാണ് ഇതാണ് ഇഷ്ടം പോലെ. ഞാൻ എന്റെ ചെവിയോടുക്കൻ തന്നെ കേട്ടിട്ടുണ്ട്. ഈ അവസാനം എന്റെ ഉമ്മാനോട് വരെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തില്ല, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവുന്നേ, പൈസ കളയാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്കൂളിൽ പോകാതെ
ഈ 30% അറ്റൻഡൻസ് പോലും ഇല്ലായിരുന്നു പറയുന്നത്. വീട്ടിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? വെറുതെ ഇരിക്കും, ഉമ്മയുടെ കൂടെ തന്നെ ഇരിക്കും. അല്ലെ, ഉമ്മ ഈ സമയത്തൊക്കെ ഒറ്റയ്ക്കായിരുന്നോ? ഉമ്മയുടെ ഈ മാമയൊക്കെ? മാമൊക്കെ മാമയുടെ വീട്ടില് തറവാട്ടിലാണ്. അല്ല, മാമയൊക്കെ അറിഞ്ഞിരുന്നോ ഈ സംഭവം? അപ്പോ ഫാമിലി മൊത്തം അറിഞ്ഞിരുന്നല്ലോ. എല്ലാരും അറിഞ്ഞിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. കോടതി ഫൈറ്റിംഗിന് ശേഷമാണോ? 2 വർഷം. ഏറ്റവും അവസാന ദിവസം ഉപ്പയെ കണ്ട ഈ കോടതിയിൽ വെച്ചാണോ? അല്ല, അവസാനം ഞാൻ കാണുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അവസാനമായി കാണുന്നത്. അത് കഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വീടിന്റെ ഞാൻ പറഞ്ഞല്ലോ 2 ജോയിന്റ് തർക്കം ഉണ്ടായിരുന്നു. അപ്പൊ കോടതി വിധിച്ചില്ലേ പിന്നെ? അല്ലല്ല, കോടതിയുടെ ഉത്തരവ് ഒന്നും വരുന്നില്ല. 2-3 വർഷം പിടിച്ചു ഇതൊരു വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇങ്ങനെ നമ്മളവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നത്. പോലീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തരുമായിരിക്കും, എഴുതി തരാണ്ടാണ് ഇത്രയും കേസ് ഇങ്ങനെ നീണ്ടുപോയിരുന്നത്. അങ്ങനെ ഞാനാണ് പോയിരുന്നത്. ഞാനും ഈ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയാണ് പോയത്, സജിതാന്റിയും കൂടിയും പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ പോലീസ് പറഞ്ഞിങ്ങനെ എഴുതി കൊടുത്തൂടെ കുട്ടി, കാരണം എനിക്ക് എൻട്രൻസിന് പോകണം, എനിക്ക് മെഡിസിൻ ആയിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി മെഡിസിനൊക്കെ വരുമ്പോൾ കുട്ടിക്ക് ലോൺ എടുക്കണമെങ്കിൽ പോലും ഇങ്ങനെ തർക്കം വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല, എഴുതി കൊടുത്തൂടെ വെച്ചു. അപ്പോൾ ഉപ്പ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളെനിക്ക് വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തരണം, ഞാൻ മരിച്ചാൽ പോലും ഇവളെന്നെ കാണാൻ വരരുത്, എനിക്ക് ഇങ്ങനത്തെ ഒരു മോളില്ലാന്ന് എഴുതി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നാണ് പറയുന്നത്. ഞാൻ മരിച്ചാലും കാണാൻ വരരുത്, അത് വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നെ. പിന്നെ ഒരു ആവശ്യത്തിനും ഉപ്പ എന്നുള്ള അവകാശം പറഞ്ഞ് ഞാൻ വരരുത്. അതുകൊണ്ടാണ്. ഇല്ലല്ല, പോലീസ് പറഞ്ഞു നിങ്ങൾ എന്താ സംസാരിക്കുന്നത്, ഈ കുട്ടി നിങ്ങൾ ഇത്രയും നേരം ഉപ്പാന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്, എങ്ങനെ പറയാൻ തോന്നുന്നു? ടഫായിട്ട് എന്നെ ചോദിച്ചു. ടഫായിട്ട് ഈ ലെവൽ ഇങ്ങനെ പറഞ്ഞു. ഈ കുട്ടി ഇവിടെ ഇരിക്കണോണ്ട് അധികം ഒന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങളൊരു ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചത്, ഇത് നിങ്ങളെ മോളെ തന്നെയാന്ന് ഉറപ്പുണ്ടോ ചോദിച്ചു. അതുണ്ട്. എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഈ കുട്ടിനോട് സംസാരിക്കണേ? ഈ കുട്ടി ഇത്രയും നേരം ഉപ്പാന്നല്ലാണ്ട് വിളിച്ചിട്ടില്ല, നിങ്ങൾ ഈ കുട്ടീനെ ഏതൊരു പെണ്ണിനെ പോലെയാണല്ലോ സംസാരിക്കണേന്ന് വെച്ചു. ഒന്നും പറയാല്ല, ഇതിനൊക്കെ ഉള്ളത് ഇതാക്കുക. അങ്ങനെ ചൂളിപ്പോയോ അതോ ഉപ്പയ്ക്കൊന്നും തോന്നിയില്ലേ? എനിക്കന്ന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, ഞാൻ മുഖത്ത് നോക്കിയില്ല, അതാണ് സത്യം. അപ്പൊ പക്ഷേ അദ്ദേഹം അവസാനം എഴുതി തന്നു. അവസാനം എഴുതി കൊടുത്തുമില്ല. ഇല്ലല്ല, ഞാൻ കാണാൻ വരത്തില്ല എന്നുള്ളത്. ഇല്ലല്ലോ, എനിക്ക് എങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റുക? ലീവ് ലെറ്റർ ഒന്നല്ലോ. ഷോക്കായോ ഉപ്പ അങ്ങനെ പറഞ്ഞത്? അതിലാണ് ഞാൻ പോയത്. പൊരുത്തപ്പെട്ടിരുന്നു ആ കാലം ആവുമ്പോഴേക്കും? ഇല്ല, അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ഞാൻ പൊരുത്തപ്പെടാനും എന്തായാലും എനിക്കിപ്പോഴും ആ ഒരു വാക്ക് എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടോന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കും. ചിലപ്പോ ആയിരിക്കും. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അതിന് സന്തോഷം വരുന്നൊരു കാര്യം കൊണ്ടുവരാം. 20,000 രൂപയുടെ ചോദ്യം. 20,000 മോണിറ്റർ പ്ലീസ്. ഓക്കെ, അപ്പൊ ഒരു ഓഡിയോ എന്തായാലും കേൾപ്പിച്ചു തരാം. ചെവി എങ്ങനെ കപ്പാസിറ്റി? യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളോട് ചെവിയുടെ കാര്യം ചോദിക്കണം. ഓക്കെ, പ്ലേ. ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. മനോഹരമായി പാട്ട് കേട്ടല്ലോ. ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? ഓപ്ഷൻ എ കന്മദം, ഓപ്ഷൻ ബി ചാമരം, ഓപ്ഷൻ സി ദേവരാഗം, ഓപ്ഷൻ ഡി ക്ലാസ്മേറ്റ്സ്, ഓപ്ഷൻ ഇ പത്തേമാരി. ഓപ്ഷൻ ഡി ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സ് ആയിരിക്കും. ഈ പാട്ട് വല്ലതും ആരുടെയും കൂടെ ചേർന്ന് പാടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, പാടിയിട്ടില്ല. ദേവാനന്ദും ജോൾസനും ചേർന്ന് പാടിയ പാട്ടാണിത്. വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, അലക്സ് പോൾ സംഗീതം ചെയ്തു. ഇത് ക്ലാസ്മേറ്റ്സിലെ ആണെന്നാണോ പറയുന്നത്? കൂട്ടാമോ? തറന്നു പോവോ? ഇല്ല. ഉറപ്പാണ്? അരീഷ? ഓക്കെ, ഓപ്ഷൻ ഡി ക്ലാസ്മേറ്റ്സ് ഞാൻ പൂട്ടുന്നു. ഒന്നുകൂടെ കേൾക്കേണ്ടി വരൂ. ക്ലാസ്മേറ്റ്സ് ആണോ തീരുമാനിക്കാൻ? ഇല്ല. അപ്പോൾ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി ക്ലാസ്മേറ്റ്സ്. ആദ്യമായിട്ടായിരിക്കും പോലീസ് സ്റ്റേഷൻ കയറുന്നത് അല്ലേ? സത്യം, എനിക്ക് പോലീസിനെ കാണുമ്പോ എന്നെ പേടിയാണ്. ഇപ്പോഴും പോലീസ് സ്റ്റേഷനോട് അതുകൊണ്ടൊരു ബഹുമാനം ഉണ്ടാവും. കാര്യം നമ്മൾ 15-ാം വയസ്സിൽ കയറിയ സ്ഥലമല്ലേ അല്ലേ? അപ്പം യഥാർത്ഥത്തില് ഈ ഉപ്പ സ്നേഹം മറച്ചു വെച്ചോണ്ട് അങ്ങനെ സംസാരിച്ചായിരിക്കും. കാരണം എപ്പോഴും മോളേന്ന് വിളിച്ചു നടന്ന ആളല്ലേ? ചിലപ്പോ ആയിരിക്കും. കാരണം അങ്ങേർക്ക് ഒരു ഓർത്തപ്പം എല്ലാം കൊണ്ട്, കാരണം അങ്ങേർക്ക് പെട്ടെന്ന് അങ്ങേര് ഇതൊക്കെ അറിയും എന്നൊന്നും ആലോചിച്ച് കാണത്തില്ല. പെട്ടെന്ന് ഇദ്ദേഹം കെട്ടിപ്പൊക്കി ഈ ദാമ്പത്യവും എല്ലാം തകർന്ന് തരിപ്പണമായി കൺമുമ്പിൽ വീണ് കിടക്കുന്നു. അതിന്റെ അവസാനത്തെ കല്ല് പറക്കാനായിട്ട് ഒരാൾ വരുന്നു, വീട് എന്നൊക്കെ ഉള്ളൊരു വിഷമം ഉണ്ടാവും. അല്ല, എന്തൊക്കെ വന്നാലും ഉപ്പാക്ക് ഉമ്മാനെല്ലാം എന്നോടുള്ള സ്നേഹം ഒരിക്കലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഉണ്ടാവും എവിടെയെങ്കിലൊക്കെ. മോളാണല്ലോ, അത് ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ ആ സമയത്ത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാന്ന്, ഞാൻ ചോദിച്ചിട്ടുമില്ല. കാരണം പോലീസുകാർക്ക് പോലും ഇത് ഫീൽ ചെയ്തു, ഉപ്പയ്ക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേ അറിയില്ല. അതെന്താന്ന് എനിക്കും അറിയില്ല. അല്ല, അതൊരു തലയിലെഴുത്ത് അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഉപ്പയെ കുറിച്ച് എന്നാ അറിയുന്നത്? പിന്നെ താങ്കൾ +2 +1
ചേർന്നു അല്ലേ? ഞാൻ +1 +2 ചേർന്ന്. ആ, പിന്നെ ഞാന് വീട് നിങ്ങളുടെ പേരിലായി, ആയി, കോടതി വിധി വന്നു, ഡിവോഴ്സ്ഡ് ആയി, രണ്ടും രണ്ട് പാത്രമായി അല്ലേ? ചെലവിന് തരാനൊക്കെ കോടതി പറഞ്ഞോ? ഇല്ല, വേണ്ടെന്നാണ് പറഞ്ഞത്. വേണ്ട, കാരണം നമ്മള് പറഞ്ഞിരുന്നത് ആകെ വീട് മാത്രാണ് പേരിലാവണമെന്നാണ് പറഞ്ഞിരുന്നത്, വേറെ ചെലവിനൊന്നും വേണ്ട. കാരണം ഉപ്പാക്ക് അത് മാത്രല്ല, ഉപ്പാക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരുന്നില്ല ആ സമയത്ത്. ചെലവിന് തരാൻ ഉപ്പാടയിൽ ജോലിയൊന്നും ഉണ്ടായിരുന്നു, ജോലി ഒഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് നാട്ടിലാണ്, കാരണം ജോലി ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. പിന്നെ ബിസിനസിന് വേണ്ടിയിട്ടാണല്ലോ തുടങ്ങാൻ പോയപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ അറിയണത്. അതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കാണിക്കാൻ. ഈ 16 വയസ്സ് കഷ്ടിച്ചുള്ള ഒരു പെൺകുട്ടി, ഉമ്മ ജോലിയില്ല, അപ്പൊ ഈ രണ്ടുപേരുടെ ഒരു വീട്ടിൽ. പക്ഷെ അവിടെ തനിച്ചാവുമ്പോൾ നിങ്ങൾക്കുള്ള ജീവിത മാർഗം എന്തായിരുന്നു? ജീവിത മാർഗം വെച്ചാൽ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ഉമ്മയുടെ ഫാമിലി 9 പേരാണ് മൊത്തം. അവർ 9 പേരാണ്. സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു, എല്ലാവരും ഒരേപോലെ സപ്പോർട്ടായിരുന്നു. അപ്പൊ പക്ഷെ പിന്നെ ഉമ്മാക്ക് ഞാൻ ചോദിക്കുന്നത്, ഗില പഠിക്കാൻ പോകാതിരുന്നത്, ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് യഥാർത്ഥത്തിൽ ഉമ്മ ഒറ്റയ്ക്കാവുമ്പോൾ ഉമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. അപ്പൊ അമ്മയുടെ കൂടെ വേദന പങ്കിട്ട് വീട്ടിൽ ഇരുന്ന് പോയതാണോ? അതെ. ഉമ്മ എങ്ങനെയാ, ഉമ്മയ്ക്ക് ഇതൊക്കെ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റിയ ആളാണോ? ഉമ്മ ഭയങ്കര സെന്റിമെന്റ്സ് ആണോ? ഉമ്മ ശരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ എന്തൊക്കെ വന്നാലും ഒറ്റക്ക് പെട്ടെന്നാവുമ്പോ, പ്രത്യേകിച്ച് പെൺകുട്ടി കയ്യിലുള്ളപ്പോ അതൊരു ആർക്കായാലും ഉണ്ടായിരിക്കും. പക്ഷെ കുറച്ചു കാലം പിന്നെ ഉമ്മാക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ വേറൊരാളെ ചെലവില്ല. അപ്പൊ വേറൊരു ദിവസം ഞാൻ മറ്റുള്ളവരെ അധികാരത്തിലായിരിക്കും ഞാൻ പോവാന്ന് ഉമ്മാക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇവരെ ഡിസിഷൻ ആയിരിക്കും പിന്നെ എൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കുക. ഈവൻ ചിലപ്പോൾ ഒരു മാരേജ് പോലും എൻ്റെ കൈ നിൽക്കില്ല, കാരണം അവരാണ് അത് ഉമ്മാക്കൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഉമ്മ തന്നെ പിന്നെ വീട്ടിലിരുന്നിട്ടില്ല. ഉമ്മ ജോലി എന്തെങ്കിലും ഈ എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ചില കാര്യം അഭിമാനം കൊണ്ട് നമ്മൾ പുറത്ത് പറയത്തില്ലല്ലോ, ക്ലേശകരമായിരുന്നു, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടായിരുന്നു എന്ന്? നല്ലോണം. അതെന്ന് വെച്ചാൽ ആദ്യത്തെ മാസം ഒന്നും കുഴപ്പമില്ല, ഉമ്മാക്ക് സാലറി ഉണ്ടാവും. ഉമ്മ ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടീഷ്യനായിട്ട്. പിന്നെ ഉമ്മ വൈകിട്ട് 5 മണിക്ക് വന്ന ട്യൂഷൻ കുട്ടികൾ, ഒരു 10-18 കുട്ടികൾ ആ ട്യൂഷൻ ഉണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ചില മാസങ്ങൾ, എല്ലാ മാസങ്ങളല്ല, ചില ഏതെങ്കിലും മാസങ്ങൾ റോളിങ് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഈ ഫീസ് അതെന്തെങ്കിലുമൊക്കെ തെറ്റി വന്നു കഴിഞ്ഞാൽ അവർ അവസാന മാസമാകുമ്പോൾ ഒരു ഡിന്നറിന് പോലും ചിലപ്പോൾ ഇല്ലാണ്ടാവും, കടം പേടിക്കേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ പല ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാ മാസവും അല്ല, ഏതെങ്കിലുമൊക്കെ ചില മാസങ്ങളിൽ അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഉമ്മയ്ക്ക് വലിയ സങ്കടമായിരിക്കും, താങ്കളെ കൂടെ പട്ടിണി കിട്ടുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ അല്ലേ? ഉമ്മാക്ക് പട്ടിണിക്ക് സങ്കടമില്ല, പക്ഷെ ഉമ്മാക്ക് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ മുൻപന്തിയിൽ നിൽക്കണം, അതാണ് ഉമ്മാക്ക്. അല്ലാണ്ട് ഉമ്മ എവിടെ അല്ല, ഞാൻ എവിടെയും തല കുനിയാതെ നിൽക്കണം. ഇത് മാത്രമായിരുന്നു പണ്ടും ഇപ്പോഴും എപ്പോഴും ഉമ്മാക്ക്. അപ്പൊ ഒരു ഏണിംഗ് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മ ഈ ട്യൂഷൻ എടുത്തു തുടങ്ങി അല്ലേ? ട്യൂഷൻ എടുത്തു തുടങ്ങി. എത്ര മണിവരെയൊക്കെ പോകും സാധാരണ? 10-10:30. ഉമ്മ എപ്പോഴാണോ കുട്ടികളെ പോയി പഠിപ്പിക്കുമോ അതോ? ഇല്ല, വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങോട്ട് പോയി പഠിപ്പിക്കില്ല, ഇങ്ങോട്ട് കുട്ടികൾ വരുവാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ട്യൂഷൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. 10 മണിവരെയൊക്കെ പോയിരുന്നു രാത്രി? 10-10 ഒരു ദിവസമൊക്കെ 11:30 വരെ ഒക്കെ പോയിരുന്നു. എക്സാം ടൈം ഒക്കെ കുട്ടികൾക്ക്, കാരണം അത്രയും അടുപ്പാണ് ഉമ്മാനായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര അടുപ്പാണ്. ഇപ്പൊ നമുക്ക് അറിയുന്ന ഫാമിലീസ് ആണ് മിക്ക ഫാമിലീസും ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് അതൊരു പ്രശ്നമില്ല, കുട്ടികൾ പഠിച്ചിട്ട് വന്നാൽ മതി എന്നുള്ളത്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, ഇപ്പൊ UKG-ലൊക്കെ, അവരൊക്കെ ചില സമയത്ത് വീട്ടിൽ സ്റ്റേ ഒക്കെ ചെയ്യും, കിടന്നൊക്കെ ഉറങ്ങുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ഇതിനകത്ത് അവർ അഭിപ്രായം രൂപീകരിച്ചില്ലേ? ഈ ട്യൂഷൻ അത് ഒന്നാമത്, പിന്നെ ഈ ട്യൂഷനൊന്നും അവരെ കണ്ണിൽ പോലും പെട്ടിട്ടില്ല. ഒരു വീട്ടിലേ വന്നിട്ടില്ലല്ലോ, ഉപ്പാന്നുള്ള ഒരാളെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് ദുബായ് അല്ലാണ്ട് ഈ ഫുള്ള് പറയേണ്ട ചരിത്രം ആവശ്യമില്ലല്ലോ. ദുബായ് ഒരു വർഷം കഴിഞ്ഞപ്പോ ഉപ്പ എന്താ ഇത്രയും കാലമായിട്ട് വരാത്തേന്നായി. പിന്നെ രാത്രിയിൽ കുട്ടികളെ വിളിക്കാൻ കാറ് വരുന്നു, കുട്ടികളെ വിളിക്കാന്നല്ല, എന്തിനീ 2 പെണ്ണുങ്ങളുള്ളടത്ത് മാത്രം കാറ് വരുന്നു പോകുന്നു. ഈ ഡിവോഴ്സ് ആയ കാര്യമൊന്നും അവർ അറിഞ്ഞിട്ടില്ല, നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. അത് കാരണം അവർക്ക് സംശയമായി വണ്ടികളൊക്കെ വരുന്നത്. അവര് നമ്മളോട് പക്ഷെ ഒന്നും പറയത്തൊന്നുമില്ല. പക്ഷെ അവർ അവിടെ ഇരുന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യമല്ല അവർ പറയുന്നത്. അവർക്ക് ഒരു രസം വേണ്ടേ, ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ്, എന്റർടൈൻമെന്റ് ആണ്. വേറെ ഇതിലൊരു എൻജോയ്മെന്റ് ആണ്, അതിനുവേണ്ടി ആൾക്കാർ പറയുന്നതാണ്. അവർക്കൊരു മനസ്സുഖം. രാത്രി എന്തിനാണ് അവിടെ ഇടയ്ക്കിടെ കാർ വരുന്നത്? ഓക്കെ, വലിയൊരു അന്വേഷണ ത്വരയാണ്, വല്ലാത്തൊരു സുഖം. അത് ഇപ്പോഴും മലയാളികൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് കുറച്ചാൾക്കാരേ ഉള്ളൂ, എല്ലാവരും ഒന്നും ഇല്ല. കാര്യം ആൾക്കാർക്ക് തൊഴിൽ രഹിതരായ ആൾക്കാരാ കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. എല്ലാവരും ഒന്നുമില്ല, പണിയുള്ളവർ ഇതിനകത്ത് ഇറങ്ങത്തില്ല. ഇപ്പൊ അവർക്ക് വരെ പണിയില്ലേ, രാത്രി ക്ഷീണിച്ചു വന്ന് കിടക്കുമ്പോൾ ഗോസിപ്പ് പോലെ കിടന്നുറങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നമുക്ക് 30,000 രൂപയുടെ ചോദ്യം, 30,000 മോണിക്. ഏത് ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളാണ് വ്യാപകമായി യൂറോ കറൻസി ഉപയോഗിക്കുന്നത്? 30,000 രൂപയുടെ ചോദ്യമാണ്. ചാടിക്കരി ഉത്തരം പറയരുത്. ഓപ്ഷൻ എ ആഫ്രിക്ക, ഓപ്ഷൻ ബി യൂറോപ്പ്, ഓപ്ഷൻ സി ഏഷ്യ,
ഓപ്ഷൻ ഡി തെക്കേ അമേരിക്ക, ഓപ്ഷൻ എ ഓസ്ട്രേലിയ. യൂറോ കറൻസി. ഓപ്ഷൻ ബി യൂറോപ്പ്. ആ. കൂട്ടാമല്ലോ. ആ. ഇനിയിപ്പോ ശരി ഉത്തരം പറയുന്നുണ്ട്. ഇത് കൂട്ടി. ഇല്ല, ഓപ്ഷൻ ബി. ഇത് കൂട്ടിയാൻ ആ. ഇനി വേറെ ശരി ഉത്തരം പറയുന്നുണ്ടോ? ശരി ഉത്തരം. തെറ്റിയാൽ 2000 രൂപ കൊണ്ട് ടൈലർ സ്ട്രീറ്റ് വഴി വീട്ടിലേക്ക്. അപ്പൊ വേണ്ട. കൂട്ടി, ഇനി മാറ്റാൻ ഒക്കത്തില്ല. ഓപ്ഷൻ ബി. ഇനി മാമ പോയി മാമ. മാമയാണ് ഇപ്പൊ ഞെട്ടിയത്. ഓപ്ഷൻ ബി യൂറോപ്പ്. താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഫസ്റ്റ് ക്ലാസ് നോൺസെൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഉത്തരം ശരിയാണ്. 30,000 രൂപ കിട്ടി. ബോസ് മാമ സോറി. ആ, നമുക്ക് 40,000 രൂപയുടെ ചോദ്യത്തിന് പോകുന്നതിന് മുമ്പ് കുട്ടിയുടെ എന്തെങ്കിലും പറഞ്ഞു? ഇല്ല ഇല്ല ഒരിക്കൽ കെമിസ്ട്രി എക്സാമിൽ നിന്ന് രക്ഷ നേടാനായി ഒരു നുണ പറഞ്ഞു. ആ. എന്നിട്ട് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? അയ്യോ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ഒരിക്കലും മറക്കൂല. എനിക്ക് കെമിസ്ട്രി ടീച്ചറിനെ ഭയങ്കര പേടിയാ. കാരണം മാം ബോർഡ് മേരി പിച്ച് തന്നെ നല്ലതാ. അപ്പൊ ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. തോറ്റ് കഴിഞ്ഞാൽ ഉറപ്പാ മാം നല്ല പിച്ച്. അപ്പൊ അതിൽ നിന്ന് എസ്കേപ്പ് അടിക്കുമ്പോ നമ്മൾ എല്ലാരും അഭിനയിക്കൂലേ വയറുവേദന വീട്ടിൽ പോവാൻ വേണ്ടി. സെയിം സാധനം ഞാന് അഭിനയിച്ച് കിടന്നത് വയറുവേദന എടുക്കുന്നത്. പക്ഷെ അഭിനയം കുറച്ച് കൂടിപ്പോയി തോന്നുന്നുണ്ട്, ഓവർ ആക്ട് ആയി പോയി തോന്നുന്നുണ്ട്. അത് വേഗം ടീച്ചർ HM അറിയിച്ച് HM എന്റെ ഉമ്മാനെ വിളിച്ച്. ഉമ്മാക്ക് ഇത് കണ്ടപ്പോ പേടിയായി. കാരണം ഞാൻ വേദന കൊണ്ട് ഇങ്ങനെ പൊളയാണ്. ബെഞ്ച് കിടന്ന്. അപ്പൊ നേരെ ഉമ്മ കൊണ്ടുപോയത് വീട്ടിൽ കൊണ്ടല്ല, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ട്രിപ്പ് ഇടാനൊന്നുമല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി. അപ്പൊ എന്നെ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാൻ ചെയ്ത് റിസൾട്ട്. അപ്പോൾ ഞങ്ങളെ ഫാമിലി ഡോക്ടറാണ്. ഞങ്ങളെല്ലാവരെയും വയറ് സംബന്ധമൊക്കെ ആയിട്ട് എന്തുവെന്നും ഡോക്ടറാണ്. ഡോക്ടർ ആ സമയത്ത് സർജറി എന്തോ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഡോക്ടർ വരാം നോക്കാന്ന് പറഞ്ഞു. കുരുള്ള ഡോക്ടറാണ്. നമുക്ക് അത്രയും ഉള്ള ഡോക്ടർ വന്ന് റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇന്നക്ക് അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. ഇന്നക്ക് ഞാൻ അങ്ങോട്ട് ഞെട്ടി. അയ്യോ ഞാൻ ആദ്യം കളിപ്പിക്കായിരിക്കും. കാരണം നമ്മളെ ഡോക്ടർമാർക്ക് മനസ്സിലാവുമല്ലോ, ഡോക്ടർമാർക്ക് മനസ്സിലാവും. അപ്പൊ കളിപ്പിക്കാൻ വേണ്ടി പറയൂലോ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര സീരിയസ് ആണ്. കാരണം അല്ല, അനസ്തേഷ്യയുടെ ഡോക്ടറിനോട് വരാൻ പറയുന്നുണ്ട്. എനിക്ക് മറ്റേ ഷേവ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെ തമാശ. ഇന്ന് ഡോക്ടർ പറഞ്ഞ് ഇല്ല എനിക്ക് ആ സമയത്ത് വയറുവേദന ഒന്നുമില്ല. ഞാൻ അതിന്റെ മുമ്പ് വന്നു പോയോന്ന് എനിക്ക് അറിയില്ല. അന്നത്തെ ദിവസം എനിക്ക് വയറുവേദനയില്ല, ഒരു ഒന്നുമില്ലായിരുന്നു എനിക്ക്. അങ്ങനെ എല്ലാം ഷടപടയെന്നായിരുന്നു എനിക്ക്. പിന്നെ പറയാനും പറ്റൂല, നാണക്കേടല്ലേ. ഞാൻ ഓക്കെ ആയി, ഓപ്പറേഷനും കഴിഞ്ഞ്. പിന്നെ ഓപ്പറേഷൻ ഇല്ലല്ല, ഞാൻ ശരിക്കും എന്തെങ്കിലും ഉണ്ടാവൂലോ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരിക്കലും പറയില്ലല്ലോ, അത് ഇത്ര അർജന്റായിട്ട് പറയില്ലല്ലോ. എന്താ ഈ കീ ഹോൾ സർജറി ചെയ്ത് 4-5 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അതിന് ശേഷം ഞാൻ സ്കൂളിലും കോളേജിലും ഒരു അഭിനയം ഞാൻ ചെയ്തിട്ടില്ല. അതായത് അഭിനയം തീരെ വശമല്ല എന്ന് മനസ്സിലായി. അല്ല, ഈ താങ്കളുടെ ഒരുപക്ഷെ ഇലയുടെ ജീവിതത്തിലെ ഒരു എസ്പെഷ്യലി ഒരു സ്കൂൾ വിദ്യാർത്ഥിനി, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി ആയിരിക്കുന്ന സമയത്ത് തന്നെ ജീവിതത്തിൽ പകച്ചു പോകുന്ന കാര്യങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ എലയുടെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? ഇതൊക്കെ ആലോചിച്ച് നടന്ന് വിഷമിക്കുമായിരുന്നു, അതോ ഇതൊക്കെ ഒരു കരുത്താക്കി മാറ്റുമായിരുന്നു? ആദ്യം ആലോചിച്ച് നടന്ന് വിഷമിക്കലായിരുന്നു. എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ. പിന്നെ ഉമ്മാനായിട്ട് കെട്ടിപ്പിടിച്ച് കാര്യമില്ല. ഞാൻ അങ്ങനെ ഒന്നും കാണിക്കില്ല. ഞാൻ ഒറ്റക്ക് പോയി കരയേ ചെയ്യുള്ളൂ. ഉമ്മാനെ എനിക്ക് കാണിച്ച് കരയുന്നൊന്നും ഇഷ്ടം. ഉമ്മാടെ മുന്നേ ഉമ്മ കരുത്താണ്. എന്നാലും പോലെ എനിക്കറിയാലോ, കരഞ്ഞ മുഖം കണ്ടാൽ മനസ്സിലാവും. അതേപോലെ ഉമ്മാക്കും മനസ്സിലാവും. ഞാൻ ഇപ്പൊ ബാത്റൂമിൽ നിന്ന് കരഞ്ഞു വന്നാലും ഉമ്മയും ചോദിക്കില്ല, ഞാനും ചോദിക്കില്ല, അതിനെപ്പറ്റി ചോദിക്കില്ല. പിന്നെ ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെടുവാണ്, ഫുൾ ടൈം ഉറക്കമില്ല എന്നുള്ള പോലെ കഷ്ടപ്പെടുക. അപ്പൊ എനിക്ക് തോന്നി +1 +2 ഇങ്ങനെ പോയി എക്സാം എഴുതി പാസ്സായി. എങ്ങനെ ഡിഗ്രിക്കെങ്കിലും എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ആവണം, ഒരു ജോലി മേടിക്കണം, എവിടെയെങ്കിലും എത്തണം എന്നൊരു തീരുമാനമായോ? അതെ, എന്തെങ്കിലും എത്തണം. എനിക്ക് വാശി. താങ്കൾ ഓരോ വിദ്യാഭ്യാസത്തിന്റെ പടി കിടക്കുമ്പോൾ ഈ വാപ്പയുടെ അന്വേഷണം ഉണ്ടാകാറുണ്ടായിരുന്നു? ഇല്ല, എന്നെ വിളിക്കാം. ഈ പറയുന്ന അദ്ദേഹം താമസിക്കുന്ന സ്ഥലം നിങ്ങളുടെ അടുത്താണോ? അല്ല, കുറച്ച് ദൂരമുണ്ട് അല്ലേ? അപ്പൊ അവിടെ നിന്ന് ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല? താങ്കൾ എന്ത് ചെയ്യുന്നു, ഉമ്മയ്ക്ക് എന്തായിരുന്നു ഒന്നും അന്വേഷിച്ചിട്ടേ ഇല്ല. പിന്നെ എത്ര കാലം കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുന്നത്? ഇപ്പൊ ലാസ്റ്റ് ഇയർ. ആണോ? എന്തായിരുന്നു
ക്യാൻസർ ആയിരുന്നു. മരണം അറിഞ്ഞോ നിങ്ങള്? മരണം അറിഞ്ഞത് അത് അതിലും വലുത്. ഞാൻ ഇങ്ങനെ നമ്മളെ വിളിച്ചറിയിക്കുക അങ്ങനെ ഒന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. എനിക്ക് യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബിൽ കൂടെ ഇങ്ങനെ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നീ നശിച്ചു പോടി, നിന്റെ വാപ്പ മരിക്കാൻ കിടക്കുമ്പോഴാണ് നീ യൂട്യൂബ് വീഡിയോ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിനക്ക് നാണല്ലേ, ഭയങ്കര എന്നെ ശാപിക്കല്, നിനക്ക് നോക്കിക്കോ നിന്റെ ജീവിതം കുട്ടിച്ചോ, ഭയങ്കര ഇങ്ങനെയല്ല ഭാഷ, വേറെ ഭാഷയിലാണ് വന്നിരുന്നത്. അങ്ങനെ ഓരോ പൈസക്ക് ഉത്തരവാദിത്വം ഒരു ഇതൊന്നും ഒരു അക്കൗണ്ടിൽ നിന്നൊന്നല്ല, പല പല അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിക്കും എൻ്റെ ഇതിക്ക് മാത്രമല്ല, ഞാൻ പല ഇന്റർവ്യൂ ചെയ്ത ചാനലിൽ അവിടെയും പോയിട്ട് കമന്റ് ചെയ്യുക. എൻ്റെ എന്നെ എവിടെയൊക്കെ എനിക്ക് കാണുന്നുണ്ടോ അവിടെയൊക്കെ കമന്റ് ചെയ്യുക. ഇപ്പൊ എൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാം, പക്ഷെ ബാക്കി ഇതിൽ വന്നാൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ, എനിക്കറിയില്ല ശരിക്കും ഉള്ളതാണോ, എന്നാലും എനിക്ക് തോന്നി എന്തോ എവിടെ ഉണ്ട്, വയ്യാണ്ട് ഇരിക്കുവാണ് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ മാമാനെ വിളിച്ചിട്ട് മാമ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഉപ്പാക്ക് എന്തോ ഉണ്ട്, മാമ ഒന്ന് അന്വേഷിക്കോ, എന്താണ് ശരിക്കും ഒന്ന് അന്വേഷിക്കോ എന്ന് ഞാൻ മാമാനെ വിളിച്ചിട്ട്. അപ്പൊ മാമ എന്ത് പറഞ്ഞു? രണ്ടാൾ പോവാന്ന് അന്വേഷിച്ചു. അപ്പൊ അങ്ങോട്ട് വരണ്ടെന്ന്. അപ്പം മരണമായോ? ഇല്ല, കിടപ്പിലായിരുന്നു. പുള്ളിക്കാരന് എന്തായിരുന്നു അത്? അങ്ങനെയല്ല, അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ മാമ അന്വേഷിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ ക്യാൻസർ ആയിട്ട് അമൃത ഹോസ്പിറ്റലിലാണ് ഉപ്പ ഉള്ളത് എന്നൊക്കെ അറിഞ്ഞു, ശരിക്കും ഉള്ളതാന്ന് അറിഞ്ഞ്. അപ്പൊ ഞാൻ മാമാണ്ട് പറഞ്ഞ് മാമ കാണാൻ പോണം എന്ന് പറഞ്ഞു. അപ്പൊ മാമ പറഞ്ഞു ശരി നമുക്ക് സാറ്റർഡേ പോവാം, മാമാക്ക് ഇതിൽ 3 ദിവസം നമുക്ക് ആക്കാം, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് കാണാൻ പോവേണ്ടതിന്റെ തലേ ദിവസം എന്താ പറയാ കോൾ എനിക്ക് മാമനെ രാത്രി ഒരു 11 മണി ആയപ്പോഴാന്ന് തോന്നുന്നുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞ് ഉപ്പ പോയി എന്നുള്ളത്. ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല, മരിച്ചു എന്ന് പറഞ്ഞ്. അപ്പൊ പറഞ്ഞത് എനിക്ക് കാണണം, എനിക്ക് എന്തായാലും കാണണം, കാരണം എന്റെ ഉപ്പല്ലേ, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ മാമ പറഞ്ഞു ശരി നമുക്ക് കാണാൻ പോവാം നമുക്ക്. അപ്പൊ പിന്നെ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു കാണിക്കാൻ പറ്റില്ല, എന്നെ കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പോയില്ല. അല്ല, അങ്ങനെ അവരോട് പെർമിഷൻ ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഒരു മകളല്ലേ? അതുകൊണ്ടല്ല ഇത്രയും ഹേറ്റ്രഡ് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ എന്നെ ഇങ്ങനെ ആവും അങ്ങനെ ആവും ഇങ്ങനെ. അത് എന്തായാലും അവര് ഫാമിലി ആയതുകൊണ്ടാണ് അവർക്ക് അറിയണത് ഇങ്ങനെ ഹോസ്പിറ്റലാണ് എന്നൊക്കെ ഉള്ളത് അറിയണത്. അപ്പൊ എന്തായാലും അവിടേക്കാണ് ഞാൻ പോണത്. ഇങ്ങനൊക്കെ കമന്റ്സ് ഇടുമ്പോ എന്തായാലും പ്രതികരണം എന്റെ വീട്ടിലാണെങ്കിലും വിടാൻ പേടിയുണ്ടായിരിക്കും, ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. അവിടെ പോയപ്പോ എന്റെ മൂത്താപ്പയാണ് പോയത്, അവിടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. മൂത്താപ്പ പോയപ്പോ മൂത്താപ്പാണ് ഭയങ്കര ഇതായിട്ട് ആദ്യം തന്നെ ചാടി കയറി വന്ന് അവിടെ നിന്ന് തന്നെ തെറിയുന്നതായിട്ട്, അവള് ഇവിടേക്ക് കയറി പോവരുത്, അവളെ കാണിക്കാൻ സമ്മതിക്കില്ല, അവള് വന്ന അത് അവരെ വീട്ടിലുള്ള ബന്ധുക്കൾ എന്ന് പറയാൻ പറ്റില്ല, ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. കാരണം ബാക്കി അല്ലല്ല, അത് മൂത്താപ്പ പറഞ്ഞു. മൂത്താപ്പാണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മൂത്താപ്പ വിളിച്ച് മോളോട് പറഞ്ഞ് മനസ്സിലാക്കണം, അവിടേക്ക് പോകണ്ട, അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്, അവിടെ പോവണ്ട, അതില് ഒന്നും കൂടി അവള് വിഷമിക്കും, കാരണം നമ്മളെ കുട്ടിയാണ്, നമുക്ക് അവിടെ വിഷമിക്കാം, നമുക്ക് എന്തിനാ അവിടേക്ക് വിടണേ, ഉപ്പാക്ക് വേണ്ടി ഇവിടുന്ന് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. എനിക്ക് പോണെന്ന് ഞാൻ വാശി പിടിച്ചിരിക്കുകയായിരുന്നു, എനിക്ക് പോണെന്ന്. എന്റെ ഉമ്മ പറഞ്ഞു ഞാൻ ഉമ്മ വരില്ല, ഞാന് മാമാനായിട്ട് ഷാജി മാമാനായിട്ട് പോകാനായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ വായിന്ന് ഇങ്ങനെ അറിയാണ്ട് പറഞ്ഞു പോയാൽ ശരിക്കും നടക്കും എന്നൊക്കെ പറയുന്നത് സത്യം തോന്നി. പോലീസ് സ്റ്റേഷനിൽ മരിച്ചാൽ പോലും കാണാൻ വരരുത്, അത് ചിലപ്പോ അല്ലാതെ ഒരു ഇതായിരിക്കും, കാണാൻ വരരുത് എന്ന് ചിലപ്പോ ആയിരിക്കും, അതുകൊണ്ട് കാണാൻ പറ്റില്ല. പറഞ്ഞത് ബലിച്ചു അല്ലേ അതോടെ? അപ്പം പിന്നെ എപ്പോഴെങ്കിലും ആ വീട്ടില് ഹില പോയിട്ടുണ്ടോ? ഇനി എനിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ, കാരണം ഉപ്പ പോയി. പിന്നെ പക്ഷെ ഇതിനിടയിൽ എപ്പോഴും ഒരു ദിവസം ഹില ഉപ്പയെ കണ്ടിരുന്നല്ലോ. അതുണ്ടായിരുന്നു. ഞാൻ ഉപ്പാടെ വീട്ടില് ബാക്കി എല്ലാവർക്കും എന്നെ ഇഷ്ടമുള്ള കുറെ പേരുണ്ട്. അപ്പോൾ എന്റെ കസിന്റെ കല്യാണമായിരുന്നു. അപ്പൊ എന്നോട് എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കല്യാണത്തിന് മാമാനായിട്ടാണ് ഞാൻ പോയത്. മാമാനായിട്ട് പോയി ഞാൻ ഇങ്ങനെ കല്യാണ ഹാളില് എത്തി ഉടൻ ഞാൻ അവിടെ എത്തിയതും ഉപ്പ ഇങ്ങനെ വരുമായിരുന്നു. ഉപ്പ എന്നെ കണ്ടതും വണ്ടി തിരിച്ചു പോയി. എന്നിട്ട് ഉപ്പനെ കണ്ടു ഉടനെ തിരിച്ചു പോയി. പിന്നെ ഉപ്പ വന്നിട്ടില്ല. പിന്നെ ഞാൻ ഹോളി കയറിയിട്ട് അപ്പോഴാണ് ഞാൻ കാണുന്നത് കുട്ടീനെയും വൈഫിനെയും ഞാൻ കാണുന്നത്. ഞാൻ കുട്ടീനെ കളിപ്പിച്ച്, അല്ലാണ്ട് ഞാൻ വൈഫിനോട് സംസാരിച്ചു. എനിക്കിപ്പോ സംസാരിക്കാനൊന്നും ഇല്ലല്ലോ, എന്ത് സംസാരിക്കും. കുട്ടീനെ ഞാൻ ചെറിയ കുട്ടിയാണ്, വാവയാണ്, കളിപ്പൊന്ന് കൊഞ്ചിച്ചു. പിന്നീട് ഉപ്പയെ കാണുന്നത് ഈ മരണ വാർത്ത
അറിയുമ്പോഴാണ് കാണാൻ അല്ല പോകുന്നത്? അല്ല അതിന് മുമ്പ് ഉപ്പാടെ ഉമ്മ മരിച്ചു, വല്യമ്മ മരിച്ചു. വല്യമ്മ മരിച്ചപ്പോ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പോയി അവിടെ വെച്ച് ഉപ്പ കണ്ടോ? ഉപ്പാനെ കണ്ടു. അന്ന് അപ്പൊ ഉപ്പ സംസാരിച്ചു? അന്ന് ഉപ്പല്ല സംസാരിച്ചത്, ഉപ്പാടെ ഒരു മൂത്ത ബ്രദർ ഉണ്ട്. ഉപ്പാടെ മൂത്ത ബ്രദർ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇത് നിന്റെ തന്തയാണ് അറിയോന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയാതിരിക്കോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു? എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചത്. അത് വളരെ ദേഷ്യത്തിൽ ചോദിച്ചാണോ അതോ ദേഷ്യത്തിലാണോ ആക്കിയിട്ടാണോ എങ്ങനെയാണെന്ന് ഞാൻ ആ സമയത്ത് അറിഞ്ഞില്ല. ഞാൻ മരിച്ചിട്ട് കാണാൻ പോയതാണ്, വല്യമ്മാനെ കാണാൻ പോയതാണ്. അങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഉപ്പ സംസാരിച്ചു. അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ചു. ഉപ്പ ഒന്നും സംസാരിച്ചൊന്നുമില്ല, പക്ഷെ എന്നെ കെട്ടിപ്പിടിച്ച്. വിഷമമുണ്ട് ചിലപ്പോ അദ്ദേഹം ഈ വാത്സല്യവും സ്നേഹവും ഉള്ളിൽ മറച്ചു വെച്ച് അങ്ങനെ ഒരു കഠിന ഹൃദയനായിട്ട് പെരുമാറുമായിരിക്കും. ചിലപ്പോൾ അങ്ങനെയാവാം. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, ചില ദുരഭിമാനക്കാർ അങ്ങനെയും പെരുമാറിയെന്ന് വരാം. അതാ ഞാൻ പറഞ്ഞു, എന്തായാലും ഉള്ളിലൊരു സ്നേഹം ഇല്ലാതെ ഒരിക്കലും ഇരിക്കില്ല. കാരണം ഉപ്പയുടെ ഹിലയുടെ ഓർമ്മയിലുള്ള ഒരു പിതാവ് സ്നേഹസമ്പന്നനായിരുന്നു അല്ലേ? അപ്പൊ എനിക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഒരു കല്യാണം കഴിച്ചു എന്നതിന്റെ കൊണ്ട് പൂർണ്ണമായിട്ട് അങ്ങനെ മാറാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, അത് ഉള്ളിലുണ്ടായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇപ്പം അതായത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകില്ല എന്ന് വാണിംഗ് വന്നതോടെ ഈ ഹില എന്തിനാ പിന്മാറി? കാര്യം ഹിലയ്ക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ ബോഡി കാണാൻ അവകാശം ഉണ്ടല്ലോ, ബൈ ബർത്ത് അവകാശമുണ്ട്. എനിക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ അവകാശം. എനിക്കാണ് ഏറ്റവും അവകാശം. അതെ, തീർച്ചയായിട്ടും ആ അവകാശം എക്സിക്യൂട്ട് ചെയ്യാൻ എന്താ കാര്യം? ആദ്യ അവകാശം താങ്കൾക്കാണല്ലോ. വേണ്ടെന്ന് വെച്ചു. പിന്നെ എനിക്ക് ആ സമയത്ത് തോന്നി, എന്നോട് ഒരു വട്ടം പറഞ്ഞതല്ലേ, കാണണ്ട, ചിലപ്പോ അതായിരിക്കും, അറിയില്ല. പിന്നെ എനിക്ക് ഇപ്പൊ ഉപ്പയെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സിൽ വെറുപ്പാണോ സ്നേഹമാണോ? വെറുപ്പില്ല. വെറുപ്പ് അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. സങ്കടം ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട് സങ്കടം. ഇപ്പൊ ഒന്നും കൂടി കൂടി കാരണം അവസാനമായിട്ട് പോലും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ മരിക്കുമുള്ള പ്രായം എത്രയായിരുന്നു? അകാലത്തിലെ മരിച്ചോ? ഇല്ല, 55. ക്യാൻസർ കണ്ടുപിടിക്കാൻ ലേറ്റ് ആയോ? അതൊന്നും എനിക്കറിയില്ല. കാരണം എനിക്കൊന്ന് ഈ ക്യാൻസറിന്റെ ഈ രോഗകാലം ഒന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല? ഇല്ലല്ല, ഞാൻ ഈ കമന്റിൽ കൂടിയാണ് അറിയണത് തന്നെ. അതും ഈ അവസാനമായപ്പോഴും ഈ കമന്റ്സ്, അല്ലാണ്ട് ഒരു കോണ്ടാക്ട് ഇല്ല. ആരും അവിടുന്ന് വിളിക്കുന്നില്ല, നമ്മൾ അവിടുന്ന് വിളിക്കുന്നില്ല. യൂട്യൂബ് ചാനൽ ഉണ്ടായ ഒരു ഗുണമാ അല്ലേ? ആളുടെ കമന്റിൽ നിന്നാണ് മനസ്സിലായത്. അറിയില്ല. അല്ലെ കുറെ കാലം കഴിയുമ്പോഴേക്കും കുറെ കാലത്തിന് മുമ്പേ മരിച്ചു പോയല്ലോ എന്നൊരു വാർത്തയായിരിക്കും കേൾക്കുന്നത്. പിന്നെ അടുത്തത് അതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ അറിയും, കാരണം തറവാടിന്റെ അടുത്താണ് ഉപ്പാട്. അപ്പൊ എന്തായാലും അറിയും, നമ്മള് എന്തായാലും അറിയായിരുന്നു. പക്ഷെ ഇങ്ങനെ അസുഖം ഇല്ലാതെ നടക്കുമ്പോൾ ഒരു മകളെന്ന നിലയിൽ തോന്നി ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്താ? നമ്മളോടൊരു ചോദ്യം ചോദിക്കും, ഇങ്ങനെയല്ല, ഉപ്പ എവിടെ, ഉപ്പ എന്താ ചെയ്യുന്നേ, ഉപ്പ എവിടെ? എല്ലായിടത്തും ഇപ്പൊ നമ്മൾ എവിടെ പോയാലും ഇപ്പോഴാണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യം, ഉപ്പ എവിടെ, ഉപ്പ എന്താ ചെയ്യുന്നത്? അതാണ് ഫസ്റ്റ്. ഉമ്മാനെ ആരും ചോദിക്കില്ല, ഫസ്റ്റ് ഉപ്പാനെയാണ് എല്ലാരും ചോദിക്കുക. അപ്പൊ അവരോടെല്ലാം ഡിവോഴ്സ് ആയി പോയി, ഉപ്പ പോയി അതായത് പറയാൻ ഒരു മടിയാണ്. അപ്പൊ നമ്മൾ പറയും ദുബായിലാണ്, ഗൾഫിലാണ്, അതാണ്, ഇതാണ്, വിദേശമാണ്, അതാണ് പറയും. നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് 40,000 40,000 മോണിറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി ആലപ്പുഴ, ഓപ്ഷൻ എ വയനാട്. ഓപ്ഷൻ സി. ഏതാണ് ജില്ല? ഏതാണ്? ഇടുക്കി. ഓപ്ഷൻ സി ഇടുക്കി. കൂട്ടാമോ? ഇടുക്കിക്കാര് ക്ഷമിക്കണം ഇങ്ങനെ ഒരു അബദ്ധം പറഞ്ഞത്. കാര്യം അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഒരുപാട് അണക്കെട്ട് കാണാം എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. എന്താ പറയാ? ഇപ്പൊ ഏതിനാ പഠിക്കുന്നേ? MSW. പൂട്ടി കഴിഞ്ഞു, പൂട്ടി. ഇനിയിപ്പോ തുറക്കുന്ന പ്രശ്നമില്ല. വേറെ വല്ല ഉത്തരം പറയാൻ ഉദ്ദേശിച്ചിരുന്നോ? ഇല്ല, എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ ഇപ്പൊ ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാലേ ഇടുക്കിക്കാര് ക്ഷമിക്കത്തില്ലെന്ന് മാത്രമല്ല, തെറ്റിക്കഴിഞ്ഞാൽ എന്റെ കോളേജിൽ നിന്ന് പുറത്താക്കും. എട്ടിമടയിൽ കയറേണ്ടി വരില്ല, പിന്നെ കരുനാപ്പള്ളി പോയി പഠിക്കേണ്ടി വരും. ഓക്കെ, ഓവക്കാവില് അല്ലേ? ഓവക്കാവ് ക്യാമ്പസിലേക്ക് സ്വാഗതം. അങ്ങോട്ട് വയ്ക്കോ, അതാ നല്ലത്. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നാരും പറഞ്ഞിട്ടില്ല. ഉത്തരം ശരിയാണ്, ഇടുക്കിയാണ്. 20ഓളം അണക്കെട്ടുകളുള്ള കേരളത്തിലെ ഏക ജില്ലയാണ് ഇടുക്കി. എന്ന് മാത്രമല്ല, ഇടുക്കിക്കാരുടെ ഒരു ഭാഗ്യം കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇടുക്കിയിലാണല്ലോ ഈ കറണ്ടെല്ലാം ഉത്പാദിപ്പിച്ച് പുറത്തോട്ട് വിടുന്നത്. ആ സമയത്ത് അവിടെ ചിലപ്പോൾ ഓർക്കട്ടായിരിക്കും. എന്നാൽ ഇടുക്കിക്കാർ ഇരുട്ടിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ള ജില്ലക്കാരെ പ്രകാശത്തിലാക്കുന്ന കാഴ്ചയും ഒരിക്കൽ ഞാൻ കണ്ടു. അപ്പൊ ഇടുക്കിയിലെ മിടുക്കിന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ 40,000 രൂപ കയ്യിലായി. ഇടുക്കിക്കാർ ക്ഷമിച്ചു. ഉത്തരം ശരിയാണ്. കിലയെ വളർത്തി ഈ ലെവലിലാക്കി എത്തിക്കാൻ ഉമ്മ ഒരുപാട് പാട് കിട്ടുമല്ലേ? നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നിട്ട് എത്ര കാലമായി? ഒരു 1.5 വർഷം. ഉമ്മ തുടങ്ങിയില്ലല്ലോ ചാനൽ? ഉമ്മയും ഉപ്പയും തുടങ്ങി. തുടങ്ങിയോ? ഉമ്മയും ഉപ്പയും തുടങ്ങി. ഉപ്പയിലേക്ക് ഞാൻ വരാം. അത് ആ സമയം വരെ ആയില്ല.
അല്ലെ ഉമ്മയുടെ ഒരു ക്ലേശങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇപ്പൊ നമ്മുടെ നാട്ടില് ഇതിലേക്ക് അറിയാമെന്ന് അറിയത്തില്ല, ഈ ഡിവോഴ്സുകൾ പെരുകുകയാണ്. ചെറിയ കാരണങ്ങളിൽ പോലും തല്ലിക്കറി പോകുന്നുണ്ട്. ഇപ്പൊ മാത്രമല്ല, ഈ കുട്ടികൾ കുറച്ചുകൂടെ സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ ആയപ്പോൾ ഒരാളെ സഹിക്കേണ്ട കാര്യമില്ല. പണ്ടങ്ങനല്ല, മർദ്ദനവും ഇടിയും ചവിട്ടും തൊഴിയും കണ്ട് മൂലയിലിരിക്കും. മൂലയിൽ ചാരി ഇരുത്തി ഇടിച്ചിട്ട് പോയാലും ഭർത്താവ് വരുമ്പോൾ കട്ടൻ കോഫി ഇട്ടുകൊണ്ട് ചെല്ലും. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഇപ്പൊ ഇടിച്ച തിരിച്ച് ഇടിയും കിട്ടുമെന്ന് മാത്രമല്ല, പേപ്പർ കീറും, ജീവിതത്തിന്റെ പേപ്പർ കീറിക്കളയും. അപ്പൊ അങ്ങനെയുള്ളൊരു കാലമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇതേ ജീവിത സാഹചര്യത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഉത്തേജകം മരുന്നായിരിക്കും. ഉമ്മ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ ആരും മുന്നിൽ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. കരയൂല്ല ഉമ്മ. ഉമ്മ ഒറ്റക്കരയും കരയും. ഉമ്മാക്ക് ഒറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മയുടെ ലക്ഷ്യം ഈ ട്യൂഷൻ എടുത്ത് മാത്രമാണോ പഠിപ്പിച്ചത്? അതെ, ട്യൂഷൻ എടുത്തും ഞാൻ പറഞ്ഞു ബ്യൂട്ടീഷ്യനായിട്ട് ഉമ്മ ബ്യൂട്ടി പാർലറിൽ. അതാണ് രാവിലെ 9 മണി തൊട്ടിട്ട് 5 മണി വരെ ഉമ്മ ബ്യൂട്ടീഷ്യനായിട്ട് ഒരു ബ്യൂട്ടി പാർലറിലും. 5 മണിക്ക് കഴിഞ്ഞ് ഉമ്മ അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു, സർട്ടിഫിക്കേഷൻ കോഴ്സ് പോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ഓരോ പടി നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയായിട്ട് ഉമ്മ അങ്ങനെയൊക്കെ ആയിട്ടാണ് അത് എടുത്ത് ഉമ്മ പോയത്. അത് സർട്ടിഫിക്കറ്റ് കിട്ടി 3 ദിവസം കൊണ്ട് ഉമ്മ ജോലിക്ക് കയറി. അത്യാവശ്യം വരുമാനം കിട്ടുമായിരുന്നു. അതെ, ഒരു അത്യാവശ്യം കിട്ടുമായിരുന്നു. അതിന്റെ കൂടെ ട്യൂഷൻ എടുക്കും. നട്ടപാതിര വരും. ഉമ്മാക്ക് അതൊരു മടിയില്ല. പക്ഷെ ഉമ്മാക്ക് ഏറ്റവും നല്ലത് ബ്ലെസ്ഡ് ആയി തോന്നി എനിക്ക് അതാണ്. കാരണം കുട്ടികൾ ഇങ്ങനെ കുറെ വീട്ടിലുള്ളപ്പോ ഉമ്മാക്ക് വേറെ ഒന്നും ഓർക്കാൻ പോലും സമയമില്ല. ഫുള്ള് കുട്ടികളുടെ ഉമ്മയായിട്ട് തുടങ്ങിയിരിക്കും. ഫുൾ എൻഗേജ്ഡ് അല്ലേ, ഫുൾ ടൈം കുട്ടികളും ബഹളവും. അതുകൊണ്ട് ഈ അതായത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഉമ്മയുടെ ക്ലേശങ്ങൾ കണ്ടപ്പോഴേ ഇതിലേക്ക് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉമ്മാടെ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണ്ടേ. കാരണം എനിക്കും ഇതേപോലൊക്കെ ഒരു സിറ്റുവേഷൻ വന്ന് എനിക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റണ്ടേ. ഞാൻ ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ കളിക്കുട്ടിയോ ഒന്നുമില്ല, ഒരു ഉത്തരവാദിത്വമില്ല, ഒരു ഇതുമില്ല. അങ്ങനെ എനിക്കങ്ങനെ ഇന്നതാ ഇങ്ങനെ ആവണം അങ്ങനെ ഒന്നും എനിക്കില്ല. പക്ഷെ പിന്നെ സ്ട്രഗിൾ ആകുമ്പോൾ ട്യൂഷൻ എടുക്കുമായിരുന്നു. ഞാനും ട്യൂഷൻ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ട്യൂഷൻ എടുക്കാൻ കുട്ടികൾക്ക്. അത് ഞാൻ ഒപ്പെടുക്കും. അത് കഴിഞ്ഞ പക്ഷെ ഞാൻ നല്ലതായിട്ട് പഠിച്ചിരുന്നിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് കയറിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലുമൊക്കെ വലിയതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് പത്രത്തിൽ ഫോട്ടോ വരണമെന്ന് വലിയ ആഗ്രഹം. റാങ്ക് മേടിച്ചിട്ടൊക്കെ നമ്മൾ ഈ 10ാം ക്ലാസ് 10ല് 12ലൊക്കെ. പക്ഷെ അത് വെറുതെ ഒരു ആഗ്രഹം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഡിഗ്രിക്ക് ഞാൻ നല്ലോണം പഠിച്ചു. ഞാൻ 3 വർഷം എനിക്കായിരുന്നു ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള ഇതൊക്കെ കിട്ടി. ഞാനാ ചിലപ്പോ നല്ലതായിട്ട് തോന്നും, ചിലപ്പോ ജനങ്ങളുടെ വിവരം പോലെ ഇരിക്കും. അതെ, അവരെ മനസ്സിലായി. പിന്നെ എനിക്ക് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ആയി. പത്രത്തിൽ ജെമോളജി ആയിരുന്നു. അപ്പൊ കുട്ടികൾ പല കോളേജിൽ നിന്ന് എന്റെ ക്ലാസ്സിൽ നിന്ന് 35 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ വാർത്ത ടെലിവിഷനിലൊക്കെ പറഞ്ഞു. ടെലിവിഷൻ പറഞ്ഞില്ല, ന്യൂസ് പേപ്പറിൽ വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 1ാം റാങ്ക് കില കരസ്ഥമാക്കി. അദ്ദേഹത്തിന് 17 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. ടൈലർ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞി ഓഫീസിന്റെ പേരുണ്ടായിരുന്നു. അതുണ്ടായിരുന്നില്ല, പാലക്കാട് ടൈലർ സ്ട്രീറ്റ്. അല്ല, അതുകൊണ്ട് കത്ത് കിട്ടാൻ എളുപ്പം, അതുകൊണ്ടും ചോദിച്ചാ. അങ്ങനെ വന്ന് അപ്പൊ ഉമ്മ റാങ്ക് കിട്ടിയപ്പോ എന്ത് പറഞ്ഞു? 1ാം റാങ്കൊക്കെ വാങ്ങിച്ച് എന്റെ ഫലകമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് ചെന്ന് കയറിയ ഒരു നിമിഷം. അത് ഒരു വല്ലാത്ത ഇതല്ലേ. ഒരു പിന്നെ പത്രത്തിൽ ഉമ്മ എല്ലാം വാട്സാപ്പ് സ്റ്റാറ്റസ് ഷെയറിങ് എല്ലാം ഞാൻ കീഴടക്കി എന്ന രീതിയിൽ ഉമ്മയ്ക്ക് അല്ലേ? അതെ, മോള് മേടിച്ചത് ഇങ്ങനെ ഉമ്മാക്ക്. ഞാൻ ആ സമയത്ത് ഉപ്പയുണ്ടല്ലോ. അല്ല, 1ാമത്തെ ഉപ്പ ഇല്ല, ഉണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. അദ്ദേഹം അറിഞ്ഞു ഈ റാങ്കിന്റെ കാര്യം? എനിക്കറിയില്ല. ഇല്ല, ഒന്ന് അറിയിക്കാമായിരുന്നു. ഒന്നും അറിയിക്കാൻ തോന്നില്ല. കാര്യം ബാപ്പ അന്ന് അങ്ങനെ പറഞ്ഞല്ലേ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നമുക്ക് 1.5 ലക്ഷം രൂപയുടെ ചോദ്യം. കുട്ടേട്ടാ, നെക്സ്റ്റ് ലെവൽ 2. പേടിച്ചോ? ചെറുതായിട്ട്, കുഴപ്പമില്ല. അപ്പൊ മോണിറ്റർ പ്ലീസ്. ആസാദി കാ അമൃത് മഹോത്സവം ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി 75, ഓപ്ഷൻ ഇ 90. ആസാദി കാ അമൃത്. ഓപ്ഷൻ ഡി. ഒരു കരുത്ത് വന്നിട്ടില്ല. ഓപ്ഷൻ ഡി. എത്രയാ വർഷങ്ങൾ? എത്രയാ? 75. ഡിക്കകത്ത് എന്താ ഉള്ളത്? 75 ഉണ്ടെന്നാണ് പറയുന്നത്. ശരിയായിരിക്കുമോ? കൂട്ടോ. ഓപ്ഷൻ ഡി
പാലക്കാട് ആ മലയുടെ മണ്ടേക്കറി ബാബുവാണ് സത്യം, ഞാൻ പൂട്ടുപോയി. പൂട്ടി. ഓപ്ഷൻ ഡി 75. ബാബു അവിടെ ഉണ്ടല്ലോ ഇപ്പോഴും. അടുത്ത മല കണ്ട അവിടെ കയറെന്ന് പറയണേ. ഓപ്ഷൻ ഡി 75. കണക്കൂട്ടിട്ട് കറക്റ്റ് ആയിരിക്കുമോ? കണക്കുകൾ പഴിക്കുമോ? ഇല്ല. എത്ര ലക്ഷം രൂപ എണ്ണി എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്? അത്രല്ലേ, 1 ലക്ഷം. 1 ലക്ഷമൊക്കെയാണ് എണ്ണി എടുക്കാം. അത്രക്ക് എണ്ണി എടുത്ത് നോക്കി. അത്രേ ഉള്ളു. ബാക്കി കൂട്ടിയിട്ടിട്ട് പിന്നെ എണ്ണാൻ വെച്ചേക്കും അല്ലേ? ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 75 കൊല്ലം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് 75 കൊല്ലമായെന്ന് ആലോചിച്ചാ പോരായിരുന്നു? പിന്നെ അവസാനം ഞാൻ ആലോചിച്ചത്. അപ്പൊ അമൃത മഹോത്സവം നടക്കട്ടെ. ഓക്കെ, അമൃത എന്ന് കേൾക്കുമ്പോ എട്ടിമട ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും ആലോചിച്ചു അല്ലേ? എട്ടിമട യൂണിവേഴ്സിറ്റി. അമൃത ഇതുമായിട്ട് എന്താ ബന്ധം? അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ അമൃതം എന്നാ ഉദ്ദേശിച്ചത്. നിങ്ങൾ അമൃത സ്ഥാപനമാണ്. ഓക്കെ, ഇപ്പൊ മരിച്ചതിന് ശേഷം ഉമ്മയുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വരുന്നു. അത് കണ്ടുപിടിച്ച ഹില തന്നെയാണോ? ഞാനാണ് മാട്രിമോണിയിൽ. ഇന്നാളിൽ ഇവിടെ ഒരു മത്സരാർത്ഥി വന്നായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ ആളാ ഐശ്വര്യ റാംജിയാണ്. ഐശ്വര്യ തന്നെ ആളിനെയൊക്കെ കണ്ടുപിടിച്ച് അയാളെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് അമ്മയെ കല്യാണം കഴിപ്പിച്ചില്ലെന്ന് തോന്നുന്നു. കഴിപ്പിക്കാനുള്ള പ്ലാൻ, കഴിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. കല്യാണ കത്തൊക്കെ അയാൾ തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഐശ്വര്യ, ഞാൻ താങ്കളെ ഓർക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, താങ്കൾ എന്തുകൊണ്ടാണ് ഉമ്മയ്ക്ക് ഒരു പയ്യൻസിനെ ഒപ്പിച്ചു കൊടുക്കണം തോന്നുന്ന കാര്യം? അത് വല്ലാത്തൊരു പണിയാണ്. ആ സമയത്ത് ഇപ്പൊ ഞാൻ എന്താവും, എനിക്ക് യൂട്യൂബർ ആവുന്നോ? അതോ താങ്കൾക്ക് ഭാവിയിൽ കല്യാണം കഴിക്കാൻ ഈ ഉമ്മ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നത് സ്വാർത്ഥതൊന്നുമല്ലല്ലോ? അങ്ങനെ എനിക്കൊരു ഇതില്ല. ഇപ്പൊ ഞാൻ ഉമ്മയെ കല്യാണം കഴിപ്പിക്കണം, ഉമ്മാനെ കല്യാണം കഴിക്കണം. കാരണം ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്കത് കാണുമ്പോ ഒരു സുഖം തോന്നില്ല. ഉമ്മയുടെ പെർമിഷനോടാണോ മോള് പോയിട്ട് അത് ഞാൻ പെർമിഷനോട് കൂടിയിട്ട് തന്നെ ചീത്തത് എങ്ങനെയാ അത് ഉമ്മയോട് അവതരിപ്പിച്ചത്? ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു, അപ്പൊ പറഞ്ഞു നിനക്ക് എന്താണ് പ്രാന്താണ്, നിനക്ക് എന്തിന്റെ കേടാണ് എന്നൊക്കെ കുഴപ്പമുണ്ടൊക്കെ. പിന്നെ ആന്റിമാരും ശരിക്കും ഉമ്മാടെ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവരെ കൊണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് ഉമ്മ ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന് പാകമായ ഒരു തീരുമാനം എടുത്തിട്ട് അപ്പൊ അത് ഉമ്മാടെ മാട്രിമോണിയിൽ ഞാൻ തന്നെ ക്വാളിഫിക്കേഷൻ വെച്ചത് ഈ വരാൻ പോകുന്ന ഉപ്പായിക്ക്? ക്വാളിഫിക്കേഷൻസ് നല്ല ലോയൽ ആയിരിക്കണം. പിന്നെ ഞാൻ അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു ജോലി ഉണ്ടായിരിക്കണം. അത് വേണമല്ലോ, ജോലി കാശുള്ള ആളായിരിക്കണം. അത്യാവശ്യം കാശൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ ജോലി ഉണ്ടായിരിക്കണം. ജാതി പ്രശ്നം പറഞ്ഞു? ഇല്ല. മതം ഏതായാലും ജോലി ഉറപ്പായിരിക്കണം. അല്ല, ജോലി ഇല്ലാതെ ഇപ്പൊ ഉമ്മയും ആളെയും കൂടി പെണ്ണെന്നെ നോക്കി ഇങ്ങനെ ഇനിയിപ്പോ ആളെയും കൂടി അത് ഉറപ്പായിട്ട് നോക്കണം. അപ്പൊ മാട്രിമോണിയിൽ നിന്ന് കുറെ ആൾക്കാർ ഇത് വന്നോ? ഇഷ്ടം പോലെ വന്നു. അതിൽ ആരാ സ്ക്രീൻ ചെയ്ത്? ഞാൻ തന്നെയാ സ്ക്രീൻ ചെയ്യാ, ഞാൻ തന്നെ സെലക്ട് ചെയ്യും. എത്ര പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിൽ നിന്ന്? ഞാൻ ഉപ്പാനെ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട്? കാരണം നമുക്ക് സംസാരിക്കുമ്പോ മനസ്സിലാവൂലോ ആളെങ്ങനെയാണ്, എന്താണ്, ഏതാന്ന് മനസ്സിലാവൂലോ. ചിലരൊക്കെ സംസാരം കേൾക്കുമ്പോ എന്നെ മനസ്സിലാവും വേറെ എന്തൊക്കെയോ വെറുതെ എന്തിനൊക്കെയോ മാട്രിമോണിയിലാക്കിയ. ഉപ്പാനെ സംസാരിക്കുമ്പോ ഉപ്പ ആദ്യം തന്നെ ഉപ്പാടെ ഫാമിലി, ഉപ്പ ഉമ്മൽക്കോയിന്റെ ഇന്റർനാഷണൽ പ്ലാസ്റ്റിക് കമ്പനിയിൽ ജനറൽ മാനേജർ. എന്തിനാണ്? വേണ്ട, എനിക്ക് ഉപ്പാടെ പേര് പറയാനാണ് എനിക്ക് ഇഷ്ടം. മുഹമ്മദ് മൊഹിദ്ദീൻ. മുഹമ്മദ് മൊഹിദ്ദീൻ. അപ്പോ അദ്ദേഹം ഇവിടെ ഇപ്പൊ എവിടെയുള്ളത്? ഉമ്മൽക്കോയിലുണ്ട്. ഹായ് മുഹമ്മദ് മൊഹിദ്ദീൻ, സുഖായിരിക്കുന്നല്ലോ? കല്യാണം നടന്ന് പേര് ഷെമീന. അപ്പൊ ഷെമീനയും മുഹമ്മദ് മൊഹിദ്ദീനും. ഓക്കെ. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും സന്തോഷമുള്ളതും ഏറ്റവും നല്ല തീരുമാനം നടത്തിപ്പ് ഞാൻ തന്നെയല്ലോ. ഉപ്പാനെ ബുക്കി കൊടുത്ത് സ്വീകരിച്ചത് ഞാനാണ്. ഐശ്വര്യക്ക് ശേഷം രണ്ടാമത്തെ ആളാ ഐശ്വര്യ പഠിക്കട്ടെ. ഐശ്വര്യക്കുള്ള ഡേറ്റ് വരുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ അപ്പൊ എല്ലാരും സ്വീകരിച്ചിരുത്തി അല്ലെ? എന്റെ ഉമ്മയുടെ കല്യാണമാണ്. കത്തൊക്കെ അയച്ചത് താങ്കൾ തന്നെയാണോ? ഉമ്മയുടെ വിവാഹമാണ്. കത്തയച്ചത് വീട്ടുകാരാണ്. വീഡിയോ റെക്കോർഡ് ചെയ്താരാ? വീഡിയോഗ്രാഫർ ചാനൽ ലൈവ് ഇട്ടോ? ചാനലൊന്നും ആ സമയത്തില്ലല്ലോ. അപ്പൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ പ്ലേ ചെയ്താലോ? അത് ആ കല്യാണം നമ്മുടെ കയ്യിലുണ്ടത്. അതൊക്കെ നമ്മുടെ കുട്ടേട്ടന്റെ ചാരന്മാര് ഇതെടുത്തിട്ടുണ്ട്. പ്ലേ. ഇല്ല, ഉമ്മയുടെ കല്യാണം വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു കൗതുകമുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ എന്തൊക്കെ ഒരുക്കങ്ങളാക്കില്ല ചെയ്തത്?
ഞാൻ പ്രത്യേകിച്ച് ഒരുക്കങ്ങൾ ചെയ്യേണ്ടി വന്നില്ല. അത് പിന്നെ ഫാമിലി ആയിരുന്നു ഫുള്ള്. ഉമ്മാക്ക് കുറെ സിബ്ലിങ്സ് ഉണ്ട്. അപ്പൊ അവർ തന്നെയാണ് ഫുള്ള് ചെയ്തിരുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ പിന്നെ നല്ല ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ആഘോഷമാണല്ലോ. ഇതിലും കല്യാണം കഴിക്കുന്ന കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒന്നിച്ചൊരു പരസ്യമായിരുന്നു. എനിക്കിപ്പോ ചില വീട്ടിലെ ഈ രണ്ടുപേരെ സഹോദരന്റെ സഹോദരന്റെ കല്യാണം ഒന്നിച്ചു നടക്കത്തില്ലേ? അതുകൊണ്ട് സാധ്യത അത് ഭയങ്കര ക്ലീശായി പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബോർ മണി ഉപയോഗിച്ചിട്ട് 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകാം. അത് ഇഷ്ടപ്പെടുമല്ലോ. പൈസ ഇങ്ങോട്ട് വരുമ്പോ ഒരു സന്തോഷമുണ്ട് അല്ലേ? എന്തൊക്കെ മാസം യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ ഗൂഗിളേ. ഓക്കെ, മോണിറ്റർ പ്ലീസ്. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ഓപ്ഷൻ എ മനുഷ്യൻ, ഓപ്ഷൻ ബി മുതല, ഓപ്ഷൻ സി കുതിര, ഓപ്ഷൻ ഡി കടൽ കുതിര, ഓപ്ഷൻ ഇ ആന. ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി കടൽ കുതിര. കൂട്ടാമോ? കൂട്ടിക്കോ അല്ലേ? സമയം കളയണ്ട. ടൈലർ സ്ട്രീറ്റിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനൊരു ഫുളിഷ് ഐഡിയ പറയുന്നത്. ഓക്കെ ആണോ? എന്തായാലും പൂട്ടിയില്ലേ? എന്തായാലും എട്ടിമട ക്യാമ്പസിലേക്ക് ഇനി കടന്നു ചെല്ലുമ്പോ കൂകി വിളിയുടെ മന്ത്രി കൊച്ചമ്മ വരുന്നേ. ഓപ്ഷൻ ഡി. വെരി സോറി, വില പറഞ്ഞ ഉത്തരം തെറ്റിനെ പോലെ ഇരിക്കുന്ന ഒരു ശരിയാണ്. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി കടൽ കുതിര. 60,000 രൂപ കൈ കിട്ടി. ഉമ്മയുടെ കല്യാണത്തിന്റെ കാര്യം അപ്പോഴത്തെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. ചാനൽ ഇടാൻ പറ്റിയില്ല. യൂട്യൂബേ ഇല്ല. യൂട്യൂബേ ഇല്ല. അത് എന്നാ തുടങ്ങി യൂട്യൂബ് ചാനൽ? യൂട്യൂബ് ചാനൽ അത് ലേറ്റ് ആയി പോയി. കോളേജ് കാശ് പോയി. അത് പെട്ടെന്നുണ്ടായതാ. നന്നായി. മാത്രമല്ല ഈയിടയ്ക്ക് ഞാൻ ഞെട്ടിപ്പോയി. ഒരു 7 ലക്ഷം തൊഴിൽ രഹിതരെ ഗൂഗിള് പോറ്റി വളർത്തുന്നു പറഞ്ഞു. എന്നുവെച്ചാൽ 7 ലക്ഷം ആൾക്കാരുടെ യൂട്യൂബ് ചാനല് യൂട്യൂബിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്കും തോന്നി ഒരു ചാനൽ തുടങ്ങിയാലോ. സത്യത്തിൽ നല്ല കാര്യം അതല്ലേ? കച്ചവടം തന്നെയല്ലേ? അതുപോട്ടെ, ആൾക്കാരെ തൊഴിലാഹിത്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കൗതുകം നിറഞ്ഞൊരു ചാനൽ തുടങ്ങുക. ജീവിച്ചുള്ള പൈസ കിട്ടും എന്നല്ലേ താങ്കളുടെ അനുഭവം? അങ്ങനല്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം യൂട്യൂബ് എന്ന് വേണമെങ്കിലും ആൾക്കാർ കാണൽ നിർത്താം, എന്ന് വേണമെങ്കിലും പൂട്ടിപ്പോവാം, സ്ട്രൈക്ക് കിട്ടുക, എന്ത് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ജോലി സൈഡിൽ. എനിക്കൊരു സംശയമുണ്ട്. ഈ ഗൂഗിളിൽ ആ വഴിക്ക് താങ്കൾ പോയപ്പോഴേ സാധാരണ പെൺകുട്ടികളൊക്കെ ഫാഷൻ, കുക്കറി, ഈ രണ്ട് ചില ആൾക്കാർ മുഖം കാണിക്കാൻ താല്പര്യം കൈവച്ച് മാത്രം കുക്ക് ചെയ്ത് തല കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ കാണിക്കുന്ന ചില യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കിയിട്ടുണ്ട്. ഈ തലയൊന്നും കണ്ടിരുന്നെങ്കിൽ രക്ഷയില്ല. പക്ഷേ താങ്കൾ മാത്രം താങ്കൾ ഈ സെക്സ് റിലേറ്റഡ് ടോപ്പിക്സിലേക്ക് പോയി. ഈ പ്രേക്ഷകരെ ആകർഷിക്കാൻ അത് വഴിയാകും എന്ന് ആലോചിച്ചിട്ടാണോ അതോ മറ്റെന്തെങ്കിലും തീരുമാനമായിരുന്നു? പ്രേക്ഷകരെ ഉറപ്പായിട്ടും ആകർഷിക്കും. അല്ല, വെറുതെ യൂട്യൂബ് ചാനൽ ഇപ്പൊ നമ്മളെ പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടിയാണ് തുടങ്ങിയേക്കുന്നത്. എന്തായാലും ആകർഷിക്കും. പക്ഷെ ഏതിട്ടാലും ഇപ്പൊ നമ്മൾ കപ്പിൾ വ്ലോഗ് ഇട്ടാലും ആകർഷിക്കും. അത് ഈ ഫാമിലി വെറുതെ ആകർഷിക്കും. പക്ഷെ കപ്പകൃഷി ഇട്ട് ആകർഷിക്കില്ല. അപ്പൊ നമുക്ക് പല മേഖലയുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടേ കാര്യമില്ല. ഇപ്പൊ ഇഷ്ടം പോലെ എല്ലാ മേഖലയുണ്ട്. എന്തെങ്കിലും ഡിഫറെന്റ് എന്തെങ്കിലും ഗുണം വേണം, എന്തെങ്കിലും റിസ്ക് കൊടുക്കണം. റിസ്ക് എടുക്കാണ്ട് ഒരു കാര്യമില്ല. കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഉള്ളിലുണ്ടോ? സെക്സ് റിലേറ്റഡ് ടോപ്പിക് അല്ല ഞാൻ ചെയ്യുന്നത്. ശരിക്കും ഞാൻ ഹൈജീൻ റിലേറ്റഡ് വീഡിയോസ് ആണ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് സ്വന്തം ബോഡി പാർട്സ് എന്താണ്. ഒരു ഇപ്പൊ നമ്മളൊരു ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു നാണിക്കേണ്ട കാര്യമില്ല. ഒരു ബോഡിയുടെ ഒരു പാർട്ടാണ്. ഇത്ര മാത്രമാണ് എന്റെ വീഡിയോയിൽ പറയണത്. അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഇതൊരു മോശപ്പെട്ട കാര്യമല്ല. ഒരു പീരിയഡ്സ് എന്ന് കേൾക്കുമ്പോൾ സാനിറ്ററി പാഡ് പോലും ഷോപ്പിൽ നിന്ന് മേടിക്കാൻ നാണുള്ള സമയത്ത് ഞാൻ ഈ സാനിറ്ററി പാഡ് പീരിയഡ്സ് എന്നൊക്കെ ഓപ്പണായി പറയുമ്പോൾ പെൺകുട്ടികൾക്ക് ഉള്ളിലൊരു വരും. ഇതൊന്നും നാണിക്കാനുള്ള ഒരു കാര്യമില്ല. ഇത് ബയോളജിക്കലായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഉറപ്പായിട്ട് അവരെ മനസ്സിൽ തോന്നും. അവർക്കായാലും അതൊരു കടയിൽ പോയി ഒറ്റക്ക് അത് മേടിക്കാൻ ഒരു നാണക്കേട്. എനിക്ക് ആദ്യം നാണക്കേടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഉമ്മാനെ കൊണ്ടൊക്കെ എനിക്ക് വല്ല അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ മേടിക്കണേ. അത് മാറി കിട്ടും, ഉറപ്പാണ്. ഇതിങ്ങനെ പറഞ്ഞു അല്ലാണ്ട് നമ്മൾ അതൊക്കെ മാറണം. പുതിയ ലോകത്ത് അതിനൊന്നും ആവശ്യമില്ല. NN പിള്ള ഒരാളെ കേട്ടിട്ടുണ്ടല്ലോ, പ്രശസ്ത ഗോഡ് ഫാദർ സിനിമയിൽ അഭിനയിച്ചു. നിങ്ങൾ ചെറുപ്പക്കാർ വലിയ നാടകൃത്തായിരുന്നു, നാടകാചാര്യനായിരുന്നു. അദ്ദേഹം 10-50ഓളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരുപാട് സ്വന്തമായിട്ട് വിശ്വകേരള കലാസമിതി നാടക ഗ്രൂപ്പൊക്കെ അദ്ദേഹത്തിന് കോട്ടയത്ത് ഒളശ്ശേരിയിലുണ്ടായിരുന്നു. അല്ല, ഞാൻ പറയാമെന്നതൊന്നുമല്ല. അദ്ദേഹത്തിനോട് ഈ അശ്ലീലത്തെക്കുറിച്ച് ഞാനൊരു ദിവസം ചോദിച്ചു. അങ്ങയുടെ നാടകം നിറച്ച് അശ്ലീലമാണെന്ന് പറയുന്നല്ലോ, കേട്ടാൽ അറപ്പ് വരുന്നത് അശ്ലീലം എന്താ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കേട്ടാൽ അറപ്പുളവാകുന്നതാണ് അശ്ലീലം. അതെ, തെറി കേൾക്കുന്നവന്റെ തലയിലാ. എന്നുവെച്ചാൽ കേൾക്കുന്നവന്റെ തലയിലാണ് അശ്ലീലം പിറവിയെടുക്കുന്നത്. അവന്റെ സദാചാര ബോധം വെച്ചിട്ടാണ് ഈ തെറിയുടെ ഇത് പോകുന്നത്. ഇപ്പൊ താങ്കൾ ഈ ബ്രസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പീരീഡ്സിനെ കുറിച്ചോ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ അശ്ലീലമാണെന്ന് തോന്നുന്നത് ഈ കേട്ടോണ്ടിരിക്കുന്നവല്ലേ കാണുന്നവന്റെ ചിന്തയിൽ മാത്രമാണ് അല്ലെ? അതല്ല, ഇത് ബയോളജിക്കലി ആലോചിച്ചാൽ വെറും ഒരു സാധാരണ കാര്യം മാത്രം. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ഒരു ലോക സത്യം പറഞ്ഞല്ലേ. 70,000 രൂപയിലേക്ക് പോകുന്നു. 70,000 മോണിറ്റർ.
ഇനി ഞാൻ ഹിലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള വ്യക്തി ആരാണ്? ഞാനാണ് എന്ന് പറഞ്ഞോളെ. ഓപ്ഷൻ എ ദ്വൈൻ ജോൺസൺ, ഓപ്ഷൻ ബി കിം കർദാഷിയാൽ, ഓപ്ഷൻ സി ലയണൽ മെസ്സി, ഓപ്ഷൻ സി വിരാട് കോഹ്ലി, ഓപ്ഷൻ ഡി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ മനുഷ്യന് 410 മില്യൺ 41 കോടി ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. റൊണാൾഡോടെ നോക്കിയപ്പോ എത്രയായിരുന്നു? ഇത്ര ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിടിവള്ളി എടുത്താലോ? പിടിവള്ളി. ആരുടെ പിടിവള്ളി? കുട്ടേട്ടൻ. കുട്ടേട്ടൻ അല്ലേ? കുട്ടേട്ടാ. യെസ് ബോസ്. പറയൂ. 2 ഓപ്ഷൻസ് പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. ഡി വിരാട് കോഹ്ലി, ഇ ക്രിസ്ത്യാനോ റൊണാൾഡോ. എനിക്ക് വിശക്കണു. ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ. ആരാണ് ഓപ്ഷൻ ഇ? ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കോ? പൂട്ടട്ടോ? അതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ മനസ്സ് ഇപ്പോഴും പറയുന്നത് തന്നെ ഓപ്ഷൻ ഇ. ആദ്യം പറഞ്ഞോ? എപ്പോ പറഞ്ഞു? ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഇ പറഞ്ഞേ. ഉറപ്പിച്ചില്ല? ഉറപ്പിച്ചില്ല, അതാ പ്രശ്നം പറ്റിയത്. പൂട്ടണ്ടേ അപ്പോ? അല്ലെങ്കിൽ ഒരു പിടിവള്ളി പോയി കിട്ടില്ലയോ? ഓപ്ഷൻ ഇ ക്രിസ്ത്യാനോ റൊണാൾഡോ. 41 കോടി ജനങ്ങളുമായിട്ട് ലോകത്തെയും ആരാധകർ ഇൻസ്റ്റാഗ്രാമിലുള്ള ആള് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ? എനിക്ക് ഫസ്റ്റ് അതാ തോന്നിയത്. ഞാൻ എന്നോക്ക് നോക്കിയപ്പോ എത്രയും കണ്ടു. അയ്യോ അയ്യോ പോയിട്ടില്ല. ഉത്തരം ശരിയാണ്. അയ്യോ എന്റെ പിടിവള്ളി പോയി. വെറുതെ പോയി. അറിഞ്ഞിട്ടു. ഉറപ്പിച്ച് പറഞ്ഞാ പോരായിരുന്നു. അത് പോട്ടെ. ഇനിയിപ്പോ എന്തായാലും നമുക്ക് എത്ര പൈസ കിട്ടി? 70,000 രൂപ കിട്ടി. ബോസ്. കുട്ടേട്ടാ. ഇല്ല, എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ നിന്ന് മുഴുവൻ ഫീസും താങ്കൾക്ക് തിരികെ നൽകി. എന്തിനാണ് ആ കോച്ചിംഗ് സെന്ററിൽ നിന്ന് താങ്കളെ പറഞ്ഞുവിട്ടത്? എൻട്രൻസ് ആര് പേടിച്ചു പോയോ? ഈ +1 +2 കഴിഞ്ഞപ്പോ ഞാൻ ഒരു വട്ടം മെഡിസിൻ, ഞാൻ പറഞ്ഞിരുന്നു മെഡിസിൻ കിട്ടാൻ വേണ്ടി എൻട്രൻസിന് ഞാൻ റിപ്പീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോ ഇങ്ങനെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം എന്റെ ID കാർഡ് കാണാണ്ട് പോയി. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗേറ്റിൽ കിടക്കണമെങ്കിൽ ID കാർഡ് കൊടുക്കണം, എന്നാലേ ഉള്ളി കയറ്റുള്ളൂ. അപ്പൊ ID കാർഡ് പോയപ്പോ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഫ്രണ്ടിന്റെ ID കാർഡ്, അപ്പൊ ഫ്രണ്ട് ഉള്ളിൽ ID കാർഡ് വെച്ച് കയറും. അപ്പൊ അവള് പുറത്തുനിന്ന് മറ്റേ ഗേറ്റിൽ കൂടെ എനിക്ക് തരും. ഞാൻ ഈ ഇതന്നെ ഇങ്ങനെ ഫുള്ള് നോക്കൊന്നുമില്ലല്ലോ, വെറുതെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതിലേ, അങ്ങനെ ആക്കും. ഒരു ദിവസം അവിടുത്തെ സെക്യൂരിറ്റിക്ക് എന്തോ ഒരു പന്തികേട് വന്നിട്ട് തരാൻ പറഞ്ഞ് ഫോട്ടോ നോക്കി. മറ്റാളുടെ അവിടെ കഷ്ടകാലത്തിന് PC സാർ ഉണ്ടായിരുന്നു. സാർ ഉണ്ടായിരുന്നു. എന്നെ പറയാത്തതൊന്നുമില്ല. ഇത്ര ചെറു പ്രായത്തിൽ ഇത്ര കള്ളത്തിലുള്ള ഒരു പെണ്ണിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താണിത്? ഇത് ഇവിടെ പഠിക്കാൻ പറ്റില്ല. എന്റെ ഇവിടെ സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റും. ഞാൻ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുക. കരയിതൊന്നും ഇവിടെ വേണ്ട, പോയിക്കോണം. ഇവിടെ ഫുൾ എന്താണ് ഇവിടെ ഫീസ് അടച്ചേക്കുന്നത്, അത് ഫുൾ മൊത്തം തരുമോന്ന് ചോദിച്ചോ കരച്ചിലിനിടയ്ക്ക്? ഇല്ല. തലേന്ന് നോക്കി നോക്കിട്ട് മൊത്തം തരുമോ? ഞാൻ മോണേക്കാൾ മുമ്പേ അത് തന്നിട്ട് എന്നെ വിട്ടത്. ആന്നല്ലേ? അതുകൊണ്ട് ഗുണം ഉണ്ടായോ ജീവിതത്തില്? അന്ന് അവിടുന്ന് പോന്നോണ്ട് ഗുണം എന്ന് പറയാനുമില്ല, ദോഷം എന്ന് പറയാനുമില്ല. ഓക്കെ. അപ്പൊ ഇതിനിടയില് എവിടെയോ വെച്ചിട്ട് ഒരു കണക്ഷനിൽ പോയി പെട്ടെന്ന് പറഞ്ഞു. ആര്? ഇല്ല, ലവാണോ? കണക്ഷൻ കോളേജ്. ഏത് കോളേജില്? സെയിന്റ് അലോഷ്യസ് കോളേജ്. UGക്ക് പഠിക്കുമ്പോ അങ്ങനെ ക്ലാസ്സിൽ പഠിക്കുന്ന ആളായിരുന്നു? അല്ലല്ല, അവൻ BCom CA, ഞാൻ ജെമോളജി. എങ്ങനെ കണ്ടുമുട്ടിയ കോളേജാണല്ലോ, നമ്മളെ സെയിം എന്നും മുന്നിൽ കൂടെ പോയി വരാന്തേലൊക്കെ കണ്ട് ഇതായി. പിന്നെ അങ്ങനെയല്ല, അതായത് ഫ്രണ്ട്സ് ആയിരുന്നു. ഇൻസ്റ്റയിലൊക്കെ ചാറ്റ് ചെയ്ത് പിന്നെ കോളേജ് കണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ആയി, ഫ്രണ്ടായിട്ട് റിലേഷനിലായതാണ്. പിന്നെ ഹൃദയം കൊണ്ട് അടുത്തോ? അടുത്തു. ജീവിതത്തിൽ ഒന്നിച്ചു പോകണമെന്ന് തോന്നി. പേരെന്താണ്? റിച്ചു. എനിക്ക് തോന്നുന്നത് നിങ്ങള് വിപ്ലവ കല്യാണം തോന്നുന്നു. അവൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാം. കല്യാണം എന്തായാലും എന്റെ പഠിപ്പ്, ജോലി, ഇതൊക്കെ ഒന്ന് ബിസിനസ് ഒക്കെ. എൻഗേജ്മെന്റ് കഴിഞ്ഞു. അദ്ദേഹത്തിന് ജോലിയുണ്ടോ? അവനുണ്ട്. അവൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിൽ. റിച്ചു ഉമ്മയുടെ കാര്യം പറഞ്ഞ പോലെ റിച്ച് ആണോ? ജോലി ഉണ്ടല്ലോ. ജോലിയാണ് പ്രധാനം. റിച്ച് പൈസ വരും പോകും. നാളെ ഞാൻ ചിലപ്പോ പിച്ചക്കാരിയാവും പോലെ 4 അക്ക ശമ്പളം കിട്ടുവോ? അതൊക്കെ എണ്ണി നോക്കിക്കോണം. ഇനി കാലത്ത് അതൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ എന്തായാലും എന്നാ കല്യാണം നടക്കുക? എന്റെ ജോലി, ബിസിനസ്, പഠിപ്പ് എല്ലാം ഒരു വിളിക്കണം. പക്ഷെ സാറ് വരണം. പിന്നെ വരുമെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഇപ്പൊ എത്ര കല്യാണത്തിന് കൊണ്ടുവന്നു തുടങ്ങി ഈ പ്രോഗ്രാം തുടങ്ങിയ ശേഷം. ഓക്കെ. അപ്പൊ 80,000 രൂപയുടെ ചോദ്യം 80,000 മോണിറ്റർ. കോശങ്ങളുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ മയോപ്പിയ, ഓപ്ഷൻ ബി ഹൈപ്പർമെട്രോപ്പിയ, ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ഡി ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ ഡി അരുണ രക്താണുക്കൾ.
കോശങ്ങളുടെ പവർ ഹൗസ്. എൻട്രൻസിനൊക്കെ പോയതല്ലേ? അതാണ് പ്രശ്നം പറ്റി. ആ ചുമ്മാ അല്ല പി.ജി. തോമസ് സാർ ഓടിച്ചത്. ജീവകോശങ്ങൾക്ക് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നത് എന്താണ്? അതാണ് ഇത്. ഓപ്ഷൻ സി, മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ. അതിൽ തന്നെ നിൽക്കുകയാണല്ലോ. അതെ. തിരിച്ച് പോയില്ല. പാലക്കാടേക്ക് പോകാൻ തയ്യാറാണല്ലോ. ടൈലർ സ്ട്രീറ്റ് വഴി വീട്ടിൽ കയറാമല്ലോ. ഓപ്ഷൻ സി. ഓക്കെ, റെഡി ആയിരുന്നുള്ളൂ. വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് വണ്ടി റെഡിയാക്കി വെച്ചോളൂ. 80,000 രൂപയുടെ ചോദ്യമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ റിഗ്രറ്റ് ടു ഇൻഫോം യു, എന്താ ചെയ്യാ, വരാനുള്ളത് തങ്ങത്തില്ല. തങ്ങിയിട്ടില്ല, നേരെ പോന്നിട്ടുണ്ട്. ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ ആണ്. എനിക്ക് ഈ കോശങ്ങൾ എന്ന് പറഞ്ഞപ്പോ എത്ര രൂപയായെന്നറിയാമോ? 80,000 രൂപ. 80,000. ഇത് ഗൂഗിളിനേക്കാൾ നല്ല ലിങ്കോ അല്ലേ? സത്യം. പെട്ടെന്ന് ഹിലയ്ക്കെതിരായിട്ടേ ഒരു പരാതി സൈബർ സെല്ലിൽ ആരോ കൊടുത്തല്ലോ. എന്തായിരുന്നു പരാതി കാര്യം? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഡീപ്പസ്റ്റ് ഹോണ്ടഡ് സീക്രട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി. അത് ഹിന്ദിയിലും അവരൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഫണ്ണി ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് ശരിക്കും, തമാശ പോലെ. പക്ഷെ എനിക്ക് വന്നത്, ഞാൻ ചിലപ്പോൾ ഈ അവയർനെസ് വീഡിയോ ചെയ്യണോണ്ടായിരിക്കും എനിക്ക് വന്നത് ഫുള്ള് ഇവര് ഒറിജിനൽ ആണോ ഫേക്ക്, നമുക്ക് യൂട്യൂബിൽ ആരാണ് ഫേക്ക് ഒറിജിനൽ എന്നൊന്നും നമുക്കറിയില്ല. അവര് പക്ഷെ എഴുതി അയച്ചത് മൊത്തം ഭയങ്കര എനിക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കാരണം ഇവരിപ്പോ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിരിക്കും, പക്ഷെ അവർക്ക് ചെറുപ്പത്തിൽ ഇരുന്ന സെക്ഷൽ അബ്യൂസിനൊക്കെ കുറിച്ചിട്ടാണ് അവര് ഫുള്ള്. എനിക്കൊരു ഏറ്റവും കൂടുതൽ വന്നത്, തമാശ ഒന്നും വന്നില്ല, ഇങ്ങനത്തെ എനിക്ക് വന്നത്. കാരണം ഒരാൾ കമന്റ് ഇട്ടപ്പോൾ ആ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് വിചാരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇവര് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ, ഇനി വെറുതെ കഥ തള്ളി വിടുവാണോ എന്ന് എനിക്കും അറിയില്ല. ഞാനതപ്പോ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇനിയുള്ള കുട്ടികളെങ്കിലും പ്രതികരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോക്സോ എന്നുള്ള നിയമമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. നിങ്ങൾ പ്രതികരിക്കണം, പ്രതികരിക്കാതിരിക്കരുത്, പേടിക്കരുത്. ആരാണെങ്കിലും കൊണ്ടുവരണം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അച്ഛനോടോ അമ്മനോടോ ഞാൻ വല്ല ക്ലോസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോടെങ്കിലും തുറന്നു പറയണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉദ്ദേശം ഇത്ര മാത്രം. കാരണം ഒന്നാമത് ഞാൻ എടുത്തേക്കുന്നത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ആയിരുന്നു. എനിക്ക് MSW എൻ്റെ ഇത്. അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു കൊടുക്കണം, എനിക്ക് അവയർനെസ് കൊടുക്കാതെ കൊടുത്തു കഴിഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇന്ത്യ ടുഡേ ആർട്ടിക്കിളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2-2.5 മാസം കഴിഞ്ഞപ്പോ സൈബറിൽ നിന്ന് എനിക്കൊരു കോള് വന്നു. ഉടനെ 2 ദിവസത്തിന്റെ ഉള്ളില് ട്രിവാൻഡ്രത്തേക്ക് വരണം. അപ്പൊ ഞാൻ എൻ്റെ ഉപ്പയമ്മ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഉപ്പയമ്മ ഇല്ല, എനിക്ക് ഒറ്റക്ക് വരാൻ എനിക്ക് പറ്റത്തില്ല. എന്താണെന്നും പറയുന്നില്ല, എന്താ കാര്യം. ഞാൻ അവസാനം ഫിയാൻസിനെ കൂട്ടി പോയി. അവനെ കൂട്ടി പോയപ്പോ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആരോ ഊമ മെയിലാണ് CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മെസ്സേജ്. എനിക്ക് ഈ കുട്ടികളുടെയും ലിസ്റ്റ് അറിയാം, പീഡിപ്പിച്ചവരുടെയും ലിസ്റ്റ് അറിയാം. എന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ കിട്ടും. എനിക്കെല്ലാം അറിയാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇല്ലാത്തത് ഞാൻ ഉണ്ടാക്കിയതാണോ എന്നും ഒരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വന്ന കമന്റ്സ് ഒക്കെ ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തു കൊടുത്തു. പക്ഷെ അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എനിക്കാണ് CWC ആണ് ഇവർക്ക് പരാതി കൊടുത്ത് എന്നെ അന്വേഷണം ചെയ്യുന്നുണ്ട്. എനിക്കാണ് ഈ പോക്സോ കുറ്റം എന്റെ തലയിലാണ് വന്നേക്കുന്നത്. പിന്നെയാണ് കുറ്റല്ല, പിന്നെ അത് നമ്മളത് അതുപോലെ കെയർഫുൾ ആയിരിക്കണം. കാരണം പ്രത്യേകിച്ച് ഈ ഇതൊക്കെ ഷെയർ ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് അതാണ് ആരൊക്കെ ഇത് ഷെയർ ചെയ്യുന്നു പറയാൻ പറ്റും. നമ്മളൊരു ചാനൽ നടത്തുമ്പോ പിന്നെ അത് മാത്രല്ല കിട്ടിയൊരു ഇതാണ് എന്നെ ഇട്ട് പൂട്ടാനൊരു കിട്ടിയൊരു അവസരം കിട്ടി. പക്ഷെ എനിക്കറിയില്ലായിരുന്നു രക്ഷപ്പെട്ടു. ഞാൻ കാല് പിടിച്ച് കരയല്ല. ഞാൻ പറഞ്ഞു ശരിക്കും എനിക്കറിയില്ല. എൻ്റെ ഇതില് ഞാനൊരു നല്ലതിന് വേണ്ടി ചെയ്തത്, അറ്റ്ലീസ്റ്റ് ഇതിന് അവയർനെസ്സിന് വേണ്ടി ചെയ്തത്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഈ ഒരു വീഡിയോയിൽ റവന്യൂ കിട്ടി. കാരണം നമ്മുടെ യൂട്യൂബിലുണ്ട് ലിമിറ്റഡ് എന്നിട്ട് സാധനം, അതിന് കിട്ടില്ല, ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചാൽ കിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഈ പൈസ എനിക്ക് അതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടി ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ കോണ്ടന്റ് ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനൊക്കെ പറഞ്ഞ്. എന്നാലും വീണ്ടും ഞാൻ പോണ്ടി വന്ന് വീണ്ടും CWC അയച്ചു. ഇതൊന്നും പറഞ്ഞാൽ പോരാ, ഇത് കുറ്റാണ്. പിന്നെ ഞാൻ അവിടെ DYSPനോടൊക്കെ പറഞ്ഞിരിക്കുക. പിന്നെ മനസ്സിലായി നന്നായി. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പുലിവാലി പോയി പെട്ടാലേ നിയമത്തിന്റെ സാധ്യതകൾ അറിയാം. മനസ്സിലായി. നന്നായി. ആ മനസ്സിലായതിന് ഒരു നമോഭാഗം. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഈ ഉമ്മയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം താങ്കൾ വളരെ ആർഭാടപൂർവ്വം നടത്തിയ കല്യാണം
ആ കല്യാണത്തിന് ഉമ്മയുടെ ജീവിതം നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ടല്ലോ. ഓ പിന്നെ രണ്ടാമത് വന്ന ഉപ്പ താങ്കളോട് എങ്ങനെയാ? ഇതുപോലൊരു ഉപ്പാനെ വേറെ ആർക്കും കിട്ടില്ല. എത്ര നല്ല ഉപ്പാനെ എനിക്ക് കിട്ടിയേക്കുന്നത്. ആണല്ലേ? അപ്പൊ ഉപ്പ ഭയങ്കര ലവബിൾ ആണ്. ലവബിൾ എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ ഇങ്ങനെ ഒരു ആളെ കണ്ടിട്ടില്ല. അത്രയും നല്ലൊരു പേഴ്സണാലിറ്റി, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്നെ സ്വന്തം മോളല്ലാണ്ട് ഉപ്പ എന്റെ മോള് തന്നെ. ഇപ്പൊ എവിടെ ആയാലും ഉപ്പ പറയുള്ളൂ. ഈവൻ ഞാനൊരു യൂട്യൂബ് ഇട്ടിട്ട് എനിക്ക് ഇപ്പൊ ഇവിടേക്ക് വരുന്നതിൽ വരെ ഉപ്പ എല്ലാരോടും കണ്ടിട്ടുണ്ടാവും എന്റെ മോള് പോകുന്നുണ്ട്, എന്റെ മോള് അസോസിയേഷൻ, ഉപ്പ ഇന്ത്യൻ ഉമ്മൽ കോയിൻ അസോസിയേഷന്റെ സെക്രട്ടറി ആണ്. അപ്പൊ ഉപ്പ എല്ലാവരോടും ഉമ്മ പറയണ് ഉപ്പ അവിടെ പോയിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് എന്റെ മോള് ഇതേ പോണ്ട് ഫ്ലവർ. സന്തോഷമുള്ള കാര്യമാണ്. നേരത്തെ കല്യാണം കഴിച്ചിട്ടുള്ള ആളാണോ? അങ്ങനെ എന്തെങ്കിലും? ഉണ്ട്. ഉപ്പാക്ക് ഒരു മോളും ഉണ്ട്, ഫിസ. അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഉണ്ട്. എന്നുവെച്ചാ ഫിസാനായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് വന്നതാണല്ലേ? ഓക്കെ, എന്തായാലും സുഖമായിട്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പൊ ഇനി നമുക്ക് 1 ലക്ഷം രൂപയുടെ ചോദ്യം. ഇവിടെ അല്ല കളി, കുട്ടേട്ട. ലെവൽ 3. അപ്പോ മോണിറ്റർ. ഇനി പറയുന്നവയിൽ ഏത് പ്രദേശത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഷീലാ ദീക്ഷിത്? ഓപ്ഷൻ എ പുതുച്ചേരി, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി ബീഹാർ, ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ. എല്ലാ സ്ഥലവും ഒരേപോലെ ഇരിക്കുന്നല്ലേ? 98 മുതൽ 2013 വരെ ഈ പറയുന്ന സ്ഥലത്ത് ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്നു. ഓപ്ഷൻ സി ഡൽഹി പൂട്ടാമോ? ഞാൻ എപ്പോഴേ പൂട്ടി. ഓപ്ഷൻ സി ഡൽഹി. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ലോട്ടറി അടിച്ച് 1 ലക്ഷം രൂപ കൈ കിട്ടി. ഓക്കെ കുട്ടേട്ടാ. ഹില, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആരാണ് നിങ്ങളുടെ കൈ തല്ലി ഒടിച്ചത്? കൈ തല്ലി ഒടിച്ചോ? അയ്യോ, അതാര്? കയ്യുണ്ടല്ലോ, അത് ഇടക്കിടക്ക് എന്റെ ഈ കൈ 3 പ്രാവശ്യം ഒടിഞ്ഞിട്ടുണ്ട്. ഈ കൈ 2 പ്രാവശ്യം, കാല് 2 പ്രാവശ്യം. എല്ലാ വർഷവും എനിക്ക് ഒടിയണോ? അല്ല, അതെന്തെങ്കിലും അപകടം പറ്റൂ, എങ്ങനെയെങ്കിലും ഒടിയും. പക്ഷെ ഇപ്പൊ അതെന്താ എനിക്കറിയില്ല. അത് ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിലൊരു ആൺകുട്ടി ഉണ്ട്. അല്ല, ഒരു ആൺകുട്ടി. അവന് മാത്രം പെൺകുട്ടികളോട് സംസാരിക്കാനൊക്കെ ഒരു ചമ്മലാണ്. പൊതുവെ സംസാരിക്കില്ല, ചമ്മല. അപ്പൊ ഞാനിങ്ങനെ നമ്മള് ഇങ്ങനെ ഇരട്ടപ്പേര് പറഞ്ഞ പോലെ കുളിരെന്ന് ഞാൻ പേരിട്ടു. അവര് കുളിരെന്ന് പേരിട്ട്. ഞാൻ പക്ഷെ വെറുതെ പേരിട്ടു. അതെല്ലാരും ഇവനെ കുളിരെന്ന് വിളിക്കാൻ. ഇവൻ പെൺപിള്ളേരോട് പോലും സംസാരിക്കാത്ത ഇവൻ വന്നിട്ട് എന്നെ എന്തോ സാധനം കൊണ്ട് ഒറ്റടി കയ്യമൊക്കെ. ഞാൻ ഇങ്ങനെ കയ്യിട്ടിരിക്കുന്നു, കയ്യമൊക്കെ അടി. ഒടിയല്ല ചെയ്തത്, ചിന്നല് പറ്റത്തില്ല നമുക്ക്. അങ്ങനെ ചിന്നല് പ്ലാസ്റ്റർ ഇട്ട് അതുകൊണ്ട് ഇനി മനസ്സിലാക്കിക്കോണം, കുളിര് കുളിക്കുന്നവരേ ഉള്ളൂ, കേട്ടോ, നാണം നശിക്കുന്നവരെ എന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും 1 ലക്ഷം രൂപ കിട്ടി. ഇനിയിപ്പോ നമ്മൾ അടുത്ത 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. 2 lakhs. ഈ കാര്യം ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടിയാണ് അധികാരത്തിൽ വന്നവിടെ. ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം ചൂലാണ്. ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കി ഡൽഹിയിലെ അദ്ദേഹം മുഖ്യമന്ത്രിയായി, അരവിന്ദ് കെജ്രിവാൾ. ഇപ്പൊ അദ്ദേഹം ആ ചൂലുമായിട്ട് അദ്ദേഹം പഞ്ചാബിൽ ഇറങ്ങി അവിടെയും വൃത്തിയാക്കി. അവിടെയും കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഭഗവത് സിംഗ് മാൻ, ആ മാൻ അവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. ചൂലുണ്ടെങ്കിൽ പല ഉപയോഗം ഉണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി 2 ലക്ഷം രൂപയുടെ ചോദ്യം. 2 lakhs. മോണിറ്റർ. എന്തളക്കാനാണ് മിക്കീസ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ മധുരം, ഓപ്ഷൻ ബി എലിയുടെ ഊഷ്മാവ്, ഓപ്ഷൻ സി മിക്കി മൗസിന്റെ വേഗം, ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ മൗസിന്റെ വേഗം, ഓപ്ഷൻ ഇ വാൽനക്ഷത്രത്തിന്റെ പിണ്ഡം. കമ്പ്യൂട്ടർ പഠിച്ചാളല്ലേ? എനിക്ക് പിടിവിളി വേണം. കുട്ടേട്ടൻ ഓർ കുടുംബം? കുട്ടേട്ടനാ നല്ലത്. കുട്ടേട്ടാ. ഓക്കെ ഹില, അവസാനത്തെ പിടിവിളിയാണ്. 3 ഓപ്ഷൻസ് പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി എലിയുടെ ഊഷ്മാവ്, സി മിക്കി മൗസിന്റെ വേഗം, ഡി കമ്പ്യൂട്ടർ മൗസിന്റെ വേഗം. തെറ്റിയാൽ 10,000 രൂപ. ഉത്തരം ശരിയായാൽ 2 ലക്ഷം. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. തീരുമാനിച്ചു. രണ്ടും കൽപ്പിച്ച് ഞാൻ തീരുമാനിച്ചു. പോയാ പോയി, കിട്ടിയാ കിട്ടി, പോനാൽ പോകട്ടും. എന്തായാലും എനിക്കിതിന്റെ ഉത്തരം അറിയില്ല. ഞാനൊരു ഗസ് വർക്ക് ചെയ്തത്. ഓപ്ഷൻ ഡി ഗസ് വർക്കാണ്. അപ്പൊ അതൊന്ന് വായിച്ച്.
കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത. കമ്പ്യൂട്ടർ മൗസിന്റെ വേഗമാണ് വായിച്ചത്. ഓപ്ഷൻ ഡി പൂട്ടാമല്ലോ. പൂട്ടാം. വരാനുള്ളത് വഴി തങ്ങത്തില്ല. കുട്ടി ആലോചിക്കണ്ടായിരുന്നു ഇത്. ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ മൗസിന്റെ വേഗമാണോ ഉത്തരം? എന്തായാലും പറഞ്ഞില്ലേ. ഈ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്താലോ? ഇത്തിരി ടെൻഷൻ ആയി തോന്നുന്നു. സത്യം. ആ കുട്ടിയുടെ എളുപ്പം ഒന്ന് ചെക്ക് ചെയ്തോ. വളരെ ആലോചിച്ച് ഒരു ഉത്തരം ഇവിടെ പറഞ്ഞു. ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ മൗസിന്റെ വേഗമാണെന്ന് പറഞ്ഞു കളഞ്ഞു. മിക്കി മൗസിന്റെ വേഗം അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഓപ്ഷൻ ഡി പറഞ്ഞു. എത്ര ഇത് വന്നത്? ഹാർട്ട് ബീറ്റ് എത്ര വന്നത്? 157 വരെ പോയി. ഇനി ഒന്നുകൂടെ അളന്നാ 170 വരെയും പോകും. തെറ്റിയാൽ 10,000 രൂപ കിട്ടും. അത് ആശുപത്രി കൊടുക്കാനേ കാണൂ ഇത്രയൊക്കെ ഇത് കയറ്റിയാൽ. അങ്ങനെ കയറ്റണ്ട. ഓപ്ഷൻ ഡി താങ്കൾ പറഞ്ഞ ഉത്തരം യു ആർ റോങ് കുട്ടി. തെറ്റിദ്ധരിക്കേണ്ട. യു ആർ റൈറ്റ്. ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ മൗസിന്റെ വേഗം അളക്കാനാണ്, പെർ സെക്കൻഡുള്ള വേഗം അളക്കാനാണ് മിക്കീസ് ഉപയോഗിക്കുന്നത്. അപ്പോ 2 ലക്ഷം രൂപ കയ്യിലായി. ഇപ്പൊ ഒന്ന് അളന്നു നോക്കാം. പൈസ കിട്ടിക്കഴിയുമ്പോ ആരായാലും ഒന്ന് കുളിരി പോലും തണുക്കും. കുട്ടേട്ടാ ഒന്ന് അളന്നേ കുട്ടേട്ടാ. 47 കുറയ്ക്കാൻ 2 ലക്ഷം രൂപയ്ക്ക് ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ ഹൃദയത്തിനൊക്കെ വല്ല പ്രസക്തി ഉണ്ടോ? ഇന്ത്യൻ കറൻസി വെച്ച് കുറയ്ക്കാൻ പറ്റും? എന്ത് ലോകം അപ്പൊ ഇത് ഞാൻ ആലോചിക്കും. ചില ആൾക്കാരെ ഇപ്പൊ ഈ പ്രത്യേകിച്ച് താങ്കൾ ഇങ്ങനെ ഒരു വിപ്ലവ കല്യാണം നടത്താൻ പോകുമ്പോൾ നിനക്ക് നിന്റെ ഉമ്മയുടെ അനുഭവമായിരിക്കും വരിക എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചവരുടെ എണ്ണം കൂടുതലായിരുന്നു കുറവായിരുന്നു? ഈ ചാനലിൽ എത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ട് ഇപ്പോ? 3,55,000 അത്രയുണ്ട്. അത്ര ആൾക്കാരെ കൂടെ നിർത്തുന്നുണ്ട്. ചെറിയ കാര്യമല്ലോ. ഒരു വർഷത്തിൽ 3.5 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ പാടാ. നമ്മളൊക്കെ തിരിഞ്ഞു നോക്കുക നമ്മുടെ ശരീരഭാഗം മാത്രമേ കാണൂ. അതേസമയം 3 ലക്ഷം ആൾക്കാരില്ലേ പിന്നില്. ചെറിയ കാര്യമല്ല കേട്ടോ. ഇറ്റ് ഈസ് ഗ്രേറ്റ്. യു ഡിഡ് ഇറ്റ് വെൽ. നല്ല കാര്യം. അപ്പോ എല്ലാരും പൊതുവെ എങ്ങനെ എന്താ പറഞ്ഞത്? ഈ കല്യാണത്തെ കുറിച്ചൊക്കെ ഈ വീഡിയോ വഴി അറിയിച്ചോ ആൾക്കാരെ? ഏത് എൻഗേജ്മെന്റ്? ഓ പിന്നെ നല്ല വൈറലായി. എന്താ വൈറലാവാൻ കാര്യം? അല്ല വൈറലാവാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് കല്യാണം, പ്രസവം, അതൊക്കെ നല്ല ഇഷ്ടമാണ്. ഈ യൂട്യൂബ് ചാനലിൽ ഈ കല്യാണം പ്രസവം ഒക്കെ നന്നായിട്ട് പോകും. നന്നായി പോകുന്ന എല്ലാവർക്കും സന്തോഷമുള്ള കാര്യങ്ങളല്ലോ. ഇപ്പൊ കല്യാണം എന്ന് പറയുന്നത് നല്ല സന്തോഷ. വീട് വെക്ക, അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള പുതിയ അറിവാ. അതൊക്കെ നല്ലൊരു ഇതല്ല. അപ്പൊ അത് പിന്നെ അവര് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ ആള് കൂടും. മാസീവ് ജനം വരും അല്ലേ? ഓക്കെ, നല്ല കാര്യം. അപ്പൊ ഇത് ആളെ അറിയിച്ചു കഴിഞ്ഞു. നീ കല്യാണം നടത്തിയാൽ മതി അല്ലേ? ഓക്കെ, അത് എന്ന് നടത്തണമെന്ന് തീരുമാനിച്ചു? ഇത് എന്റെ ബിസിനസ്, എനിക്കെല്ലാം ഒന്ന് സെറ്റ് ആവണം എന്നിട്ടേ ഉള്ളൂ. ഈ ഇപ്പോഴത്തെ ഉപ്പ എന്താ പറഞ്ഞു ഈ കല്യാണത്തിൽ ഇങ്ങനെ ഒരു പ്രണയ കാര്യത്തെ കുറിച്ച് അറിഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. ഉപ്പ പറഞ്ഞത് മോളുടെ ഇഷ്ടമാണ് എന്ത് എന്നുള്ളത്, അല്ലാണ്ട് ഉപ്പാടിയും ഉമ്മാടിയും തീരുമാനമല്ല. ബുദ്ധിയിൽ തീരുമാനിക്കേണ്ട പ്രായമായി. അപ്പോ തീരുമാനിക്കുക, നല്ലതാന്ന് ഉറപ്പുവരുത്തുക. എന്താണെങ്കിലും ഏതാണെങ്കിലും ഉപ്പ കൂടെ ഉണ്ടായിരിക്കും, ഉമ്മയും കൂടെ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ഉമ്മാക്ക് ആദ്യമൊക്കെ ഇത് ഉണ്ടായിരുന്നു. അല്ലല്ല, ഉമ്മാക്ക് മതം ഒരു പ്രശ്നം. സെയിം ഏജ് ആണ്. അപ്പൊ എത്രത്തോളം മെച്യൂരിറ്റി ഉണ്ടായിരിക്കും, അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഉപ്പയാണ് ഉമ്മാക്ക് ധൈര്യം കൊടുത്തത്. ഉപ്പ പറഞ്ഞു മോൾക്ക് ശരിയാന്ന് തോന്നുന്നു മോള് ചെയ്യും, അവൾക്ക് ഇനി അത് തെറ്റാന്ന് തോന്നി കഴിഞ്ഞാൽ അവള് നമ്മൾ തുറന്നു പറയും. നമ്മള് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അവരുടെ തീരുമാനമാണ്. നമ്മൾ എത്ര ഇനി വലിയ ആൾക്കാരെ കണ്ടെത്തി കൊടുത്താലും ചിലപ്പോൾ ഇഷ്ടമായി നമുക്ക് വരില്ല. അവരുടെ ലൈഫ് ഹാപ്പി ആയി പോകുന്നു നിർബന്ധമല്ല. അതുകൊണ്ട് അവര് നോക്കട്ടെ, അവര് കുട്ടികളല്ലേ, അവര് എത്രയും വർഷം നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ മത്സരം തുടരുന്നു. ഇനി ഒരു പിടിവള്ളി മാത്രമേ ഉള്ളത്. കുടുംബത്തിന്റെ പിടിവള്ളിയാണ്. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ബി സീരിയസ്. തെറ്റുത്തരം പറഞ്ഞാൽ അപ്പം പൂട്ടും. ലക്ഷങ്ങളുടെ കളിയായി കഴിഞ്ഞാൽ ഞാൻ വളരെ സീരിയസ് ആവും. ഞാൻ ചിരിച്ചോണ്ട് പിന്നെ ചിരിയൊന്നുമില്ല എന്റെ മുഖത്ത്. നമ്മള് വേണ്ടെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാൽ പറയാം. അല്ല വേണ്ടെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് എങ്ങനെയാ 1 ലക്ഷം രൂപ കിട്ടും. അപ്പോ നമുക്ക് പോകെ ഞാൻ പറഞ്ഞു തരാം, കുഴപ്പമില്ല. മോണിറ്റർ. കേരളത്തിലെ റോഡ് ജലഗതാഗത മാർഗങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിനായി ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ നിഴൽ, ഓപ്ഷൻ ബി തണൽ, ഓപ്ഷൻ സി ഉച്ചക്കാറ്റ്, ഓപ്ഷൻ ഡി വഴിയോരം, ഓപ്ഷൻ ഡി തൂവൽ സ്പർശം. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഗസ് ചെയ്യരുത്. ഉത്തരം ഉറപ്പിച്ചറിയാമെങ്കിലേ പറയാവൂ. കറക്കി കുത്തരുത്. കറക്കി കുത്തിയാൽ ആ നിമിഷം ഞാൻ പൂട്ടും. ആ കാര്യത്തിലൊക്കെ ഐ എം വെരി സ്ട്രിക്റ്റ്. പിടിവള്ളിയുമായിട്ട് കുടുംബമുണ്ട്.
പിടിവള്ളി വേണേ എടുക്കാം. പിടിവള്ളി. എടുക്കാം. എനിക്ക് മനസ്സിലൊന്നുണ്ട്, പിടിവള്ളി മതി. മോളെ ഉത്തരം അറിയാമോ? എന്താ പേര്? സൈനബ് ഷാജി. സൈനബ് ഷാജി അവിടെ ഇരുന്ന് പപ്പടത്തെ കുറിച്ച് ഒരു പാട്ട് പാടിയല്ലോ. എന്ത് പപ്പടം? അതൊന്ന് പാടി. പപ്പടം പപ്പടം കണ്ണുള്ള പപ്പടം, വായുള്ള പപ്പടം, കവിളുള്ള പപ്പടം, മൂക്കുള്ള പപ്പടം, എണ്ണയിൽ കളകള പാടുന്ന പപ്പടം, അയ്യയ്യോ വീണുപോയി പൊടി പൊടിയായി പപ്പടം. ആ കുട്ടേട്ടന്റെ പാട്ടാണോ അത്? എന്റെ സ്കൂളിലത്തെ പാട്ടാ. സ്കൂളിലത്തെ പാട്ടാ? നല്ല പാട്ട്, സൂപ്പർ പാട്ട്. അപ്പൊ നിങ്ങൾ രണ്ട് ഷാജി സാറും ഭാര്യയും കൂടെ ആലോചിച്ചൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കി. ഇപ്പം ടൂറിസത്തിൽ വിശ്വസിക്കുന്ന ഒരാളിന്റെ സ്ഥാപനത്തിലാ ജോലി ചെയ്യുന്നത്, മറന്നു പോരുത്. ആ തണൽ ആണെന്ന് തോന്നുന്നു. തണലാണെന്ന് തോന്നുന്നു അല്ലേ? ആ താങ്കൾക്ക് തണലാകുമോ എന്നുള്ള കാര്യം താങ്കൾ ആലോചിച്ച് പറഞ്ഞോളണം. തെറ്റിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ? 20,000 രൂപ കിട്ടും. ഒരു 20,000 രൂപയും കിട്ടും. പിന്മാറിയാൽ 1,00,000. ഓപ്ഷൻ ബി തണൽ. എനിക്ക് പൈസ അല്ല പങ്കെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. ഓപ്ഷൻ ബി തണൽ ഞാൻ പൂട്ടി. ഉറപ്പാണല്ലേ? ഉറപ്പില്ല എനിക്ക്, പക്ഷെ എനിക്ക് എന്താ മനസ്സിൽ പറയുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്തത്. അല്ല അതല്ല, ഈ ഉത്തരം ഉറപ്പാണോ? ഉറപ്പില്ല അത്, പക്ഷെ ഓപ്ഷൻ ബി അത് നിൽക്കുക. ഓപ്ഷൻ മാറ്റി പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. യു ആർ വെരി സ്ട്രോങ് അല്ലേ? തീരുമാനം സ്വന്തമായിട്ട് എടുക്കുന്നതിൽ താങ്കൾക്ക് തീരുമാനം. പക്ഷേ ഈ ഉത്തരം തണലാകുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോ പരിശോധിക്കാം. ഹാർട്ട് ബീറ്റ് എങ്ങനെയാ? 150. എവിടെ? ആ കുട്ടിയേട്ടാ ഒന്ന് നോക്കി. ഇല്ല അത്രയൊന്നും പോയിട്ടില്ല. 141 വരെയല്ലേ? 157 വരെ പോയ ആളല്ലേ? അപ്പൊ ഇപ്പൊ കുറഞ്ഞു. അപ്പോ തീരുമാനിച്ച അത് റിലാക്സ്ഡ് ആയി. അതുകൊണ്ടാണ് പൂട്ടി. തണലിയാൻ പൂട്ടി. ഓക്കെ. അപ്പൊ ഹില, താങ്കൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ ഉത്തരം, ഐ എം വെരി സോറി, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. 20,000 രൂപ കൊണ്ട് മടങ്ങിപ്പോകേണ്ടി വരുന്നു. കുഴപ്പമില്ല. പക്ഷേ അല്ല, സൂപ്പറായിട്ട് കളിച്ചു. 3 ലക്ഷം വരെ കളിച്ചു. അവസാനം കുട ഉടഞ്ഞു പോയി. സാരമില്ല. ഓക്കെ. അപ്പോ ഇത് ശരി ഉത്തരം വഴിയോരം. ആലോചിച്ചായിരുന്നു അത്? ആലോചിച്ചല്ലേ? കുഴപ്പമില്ല. എന്നാലും അത് ബോൾഡായിട്ട് തന്നെ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ആവണ്ട. ഓക്കെ. നല്ല മത്സരമായിരുന്നു. താങ്കൾ നന്നായിട്ട് കളിച്ചു. മാത്രമല്ല ആ യൂട്യൂബ് ചാനൽ കുറച്ചുകൂടെ ഫോളോവേഴ്സ് ഉണ്ടാക്കി കുറച്ചുകൂടെ പൈസ നേടി ഇത് കോമ്പൻസേറ്റ് ചെയ്യൂ ഈ നഷ്ടം. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് അറിയോ, ഇതിനകത്തൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഗുണം ഉണ്ടാവും, ചിലപ്പോൾ ഡയറക്റ്റും ആവും. അതായത് ഹിലയ്ക്ക് സബ്സ്ക്രിപ്ഷൻ കൂടും. കാര്യം ഹിലയുടെ ചാനലിനെ കുറിച്ചും ഹിലയുടെ ചാനലിലെ കണ്ടന്റിനെ കുറിച്ചും 85 ലക്ഷം ആൾക്കാരുടെ വീട്ടില് കേബിൾ എത്തുന്നുണ്ട്. അത്രയും വീഡിയോയിൽ ഫ്ലവേഴ്സ് എത്തുന്നുണ്ട് കേരളം. അപ്പൊ ആ ഒരു ചാനലിന്റെ ഇമ്പാക്ട് താങ്കളുടെ ചാനലിൽ ഇങ്ങനെ മിന്നും. അപ്പൊ യു വിൽ ബി എ മിന്നും താരം. അപ്പൊ ഹില, ഇതുകൊണ്ട് ഗുണമേ ഉണ്ടാവും, ദോഷങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പൊ ആ ഒരു കരുത്തോടെ പാലക്കാടേക്ക് മടങ്ങുക. ഓൾ ദ ബെസ്റ്റ്. ലെവൽ 1. നമ്മുടെ മത്സരം ഇവിടെ അവസാനിക്കുന്നു. മത്സരം അവസാനിക്കണമെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്. കുട്ടേട്ടന്റെ പാട്ട്. കുട്ടേട്ടാ, യെസ് ബോസ്. ഒരു പാട്ട് പാടൂ. ഹിലയ്ക്ക് വേണ്ടി കുട്ടേട്ടൻ ഒരു പാട്ട് പാടാം. കരിനീല കണ്ണുള്ള പെണ്ണേ, നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. കരിനീല കണ്ണുള്ള പെണ്ണേ, നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. അറിയാത്ത ഭാഷയിലെന്തോ കുളിരളകങ്ങൾ എന്നോട് ചൊല്ലി. കരിനീല കണ്ണുള്ള പെണ്ണേ. ഓക്കെ. ആ കണ്ണുമായിട്ട് അവിടെ നിന്നുള്ളൂ കുട്ടേട്ടാ. ഇലയുടെ കണ്ണിന്റെ പ്രത്യേകത കണ്ട് പുള്ളി പാടി. ഈ കണ്ണിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തെങ്കിലും ലെൻസ് വെച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ ഒറിജിനൽ ഇല്ല, ലെൻസ് വെച്ചിട്ടുണ്ട്. ആൾക്കാർ പറയുന്നുണ്ടോ അങ്ങനെ ലെൻസ് വെച്ചിട്ടുണ്ടെന്ന്? ലെൻസ് ശരിക്കും വെച്ചിട്ടുണ്ട്. കണ്ടാലറിയാം. ഒരു കാര്യം കുട്ടേട്ടാ, ഹിലയുടെയും കുട്ടേട്ടന്റെയും കണ്ണ് ഒരുപോലെയാണ്. അതിന് കുട്ടേട്ടൻ എവിടെയാ കണ്ണ്? നീലക്കണ്ണ്. നീലക്കണ്ണ്. 2 ഉണ്ട കണ്ണുണ്ട് കേട്ടോ. അപ്പൊ കുട്ടേട്ടാ കണ്ണ് സൂക്ഷിച്ചോളൂ കേട്ടോ. കണ്ണ് വിടരുത്. അപ്പോ ഇനിയിപ്പോ നമുക്ക് ചെക്കൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് ടൈലർ സ്ട്രീറ്റിലേക്ക്. ഹില, അപ്പോ 20,000 രൂപയുടെ ചെക്ക്. പക്ഷെ നല്ല മത്സരമായിരുന്നു കേട്ടോ, രസമായിരുന്നു.
താങ്ക് യു. അപ്പോ വണ്ടിക്കൂലിക്ക് Thank you, തികയും, sir. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇതുകൊണ്ട് മറ്റേ അഡ്വാൻറ്റേജ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷൻ കയറാൻ പോവാ. പക്ഷെ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ, അതാണ് ഏറ്റവും അല്ല, വലുത്. സബ്സ്ക്രിപ്ഷൻ കയറാൻ പോവാ. അതും വേണം. ലിമിറ്റിംഗ് കാണത്തില്ല കേട്ടോ. Thank you, ഓക്കെ, thank you, sir. അപ്പൊ ഇത് സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ, ഇതിൽ പങ്കെടുത്തതിന്റെ ആദരവ് കലർന്ന സർട്ടിഫിക്കറ്റ്. ഇതാണ് ഏറ്റവും വലിയ ഹോണർ. പിന്നെ തീർച്ചയായും. അപ്പോ ഇല്ല, നമ്മൾ കാണും. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you. അപ്പോ കല്യാണമൊക്കെ കൂടി നല്ല സന്തോഷമായിട്ട് ജീവിക്കുക. ഓക്കെ, യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ ഒക്കെ മില്യൺ കടക്കട്ടെ. ഓക്കെ, ഇതുവഴി പോകും. ഓക്കെ, അവിടെ എത്തും. ഓക്കെ സർ. ഇന്ന് ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത മത്സരാർത്ഥിയുമായി പുതിയ ചോദ്യങ്ങളും പുതിയ ഉത്തരങ്ങളുമായി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.